ഹായ്, ഐ എം രഞ്ജൻ ഫ്രം എം സിഗ്മ ഗൂഗിളം. ഇത്തവണ ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ഒരു അസിസ്റ്റൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന സബ്ജക്റ്റാണ്. സബ്ജക്റ്റിൻ്റെ പേരാണ് മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ. അല്ലേ, ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരുടെയും മനസ്സിലൊരു പേടിയാണ് അല്ലേ. ഈവൻ പഠിക്കുന്ന ആൾക്കാർക്ക് പോലും ഏറ്റവും പേടിയുള്ളൊരു സബ്ജക്റ്റാണ് മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളർ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ പേടിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സബ്ജക്റ്റിൻ്റെ എടുക്കുമ്പോൾ സിലബസ് ആണ് എടുത്ത് നോക്കുന്നത്. സിലബസ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ സിലബസിൻ്റെ അവസാനം ഒരു ടെക്സ്റ്റ് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ ടെക്സ്റ്റ് എടുത്ത് നോക്കും. അപ്പോൾ ടെക്സ്റ്റ് നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ ടെക്സ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും സിലബസിലോട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയത്തില്ല ഈ സബ്ജക്റ്റ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നതിന്. കാരണം എന്താ, നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാടെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? നമ്മുടെ സബ്ജക്റ്റിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോൾ. എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ്, ഒരു മോഡ്യൂൾ പഠിക്കും അല്ലേ. ഒരു മോഡ്യൂൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പറയും, യോ ഇതുപോലെ ഇനി ബാക്കി ഇത്രയും മോഡ്യൂൾ എങ്ങനെ പഠിക്കും എന്നൊരു പ്രശ്നം നിങ്ങൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇത്രയും ലെങ്തി ആയിട്ടുള്ള സബ്ജക്റ്റ് ഒരു പ്രത്യേക മെത്തേഡ് ഉപയോഗിച്ചല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ എയിം എന്താണ്, നമുക്ക് 2-3 ദിവസം കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊരു പ്രത്യേക മെത്തേഡ് വേണം. അപ്പോൾ ഞാൻ എന്താണോ നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കും. ഓക്കെ, ആ പഠിപ്പിക്കുന്ന രീതി ഞാൻ മൈക്രോ പ്രോസസ്സർ പഠിപ്പിക്കും. മൈക്രോ പ്രോസസ്സർ നല്ല സമയമെടുത്ത് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ നല്ല സമയമെടുത്ത് നിങ്ങൾ മൈക്രോ പ്രോസസ്സർ ഞാൻ പറയുന്നത് പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോ കൺട്രോൾ വളരെ സിമ്പിളാണ്. ഞാൻ ഉറപ്പിച്ച് പറയും, മൈക്രോ കൺട്രോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ എന്താ മീനിങ്? മൈക്രോ പ്രോസസ്സർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുത്താൽ അവിടെ നിങ്ങൾ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഹാഫ് ടൈം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മൈക്രോ കൺട്രോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ പലരും ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും കുറേ സ്റ്റുഡൻസ് ഈ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ മുഴുവൻ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കും അല്ലേ. അതാണ് അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്കിനും നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾ. അപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണ്, ഓരോ ടോപ്പിക്കും നമ്മുടെ ബ്രെയിനിൽ കയറും അല്ലേ, നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് അത് കറക്റ്റായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞിട്ട്, നമ്മുടെ ടോപ്പിക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ എന്താണോ പഠിപ്പിക്കുന്നത്, ഞാൻ എത്ര സമയം എടുത്താണോ പഠിപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ പഠിക്കുക അല്ലേ. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്നതിൻ്റെ പകുതി എഫേർട്ട് വെച്ച് നിങ്ങൾക്ക് എന്ത് പറ്റും, മൈക്രോ കൺട്രോൾ പഠിക്കാം. അപ്പോൾ അധികം ഞാൻ നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത് പ്രോസസ്സർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ഏത് പ്രോസസ്സറാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് 8085 എന്ന് പറയുന്ന പ്രോസസ്സർ. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സർ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളടുത്ത് 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രോസസ്സർ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പ്. ഞാനിപ്പോൾ എഴുതാണ്. ഓക്കെ, ലാപ്ടോപ്പ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, മൊബൈൽ. ഓക്കെ, പിന്നെ നമ്മൾ വീട്ടിൽ AC ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ AC ഓണാക്കാനും ഓഫ് ചെയ്യാനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ACയുടെ റിമോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ 3 എക്സാമ്പിൾ പറയാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലേ. ലാപ്ടോപ്പിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കുകയെ, പ്രോസസ്സർ ഉണ്ടോ? ഉണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും നമ്മളൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രോസസ്സർ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോസസ്സർ നിങ്ങൾക്ക് അറിയോ? ഞാനൊരു പ്രോസസ്സർ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കിയേ. ഇൻ്റലിൻ്റെ ഒരു പ്രോസസ്സർ, ഇൻ്റലിൻ്റെ i7 എന്ന് പറയുന്ന പ്രോസസ്സർ. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുള്ളൂ. അല്ലെ നമ്മളെപ്പോഴും പറയാം i3 വേണം, i5 വേണം, i7 വേണം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് ലാപ്ടോപ്പിനകത്തുള്ള പ്രോസസ്സർ, ഇൻ്റൽ അല്ലേ. ഇൻ്റൽ മാത്രമല്ല മാനുഫാക്ചർ ചെയ്യുന്ന വേറെ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. ഇനി മൊബൈലിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? ഉണ്ട്. മൊബൈലിനകത്ത് ഏത് പ്രോസസ്സറാണ് നിങ്ങൾ കേട്ടിട്ടുള്ള? ഏതെങ്കിലും ഒരു പ്രോസസ്സർ പറഞ്ഞേ. ഞാനൊരു എക്സാമ്പിൾ പറയാം, സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ അല്ലേ, സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സർ. ക്ലിയർ? അപ്പോൾ അവിടെയും പ്രോസസ്സർ ഉണ്ട്. നിങ്ങൾ നോക്കിയേ, അടുത്തൊരു AC റിമോട്ട് എടുക്കുവാണ്. AC റിമോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. നോക്കിയേ, ഒരു ACയുടെ റിമോട്ട് അല്ലേ. ഇതിനകത്ത് ഇത് വളരെ ചെറുതാണ്, ഇതിൻ്റെ ഫങ്ഷൻസും ചെറുതാണ്. പക്ഷേ ഇതിനകത്തും എന്തുണ്ട്, ഒരു പ്രോസസ്സറുണ്ട് അല്ലേ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പ്രോസസ്സർ 8085 പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോസസ്സറിന് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിനകത്ത് പ്രോസസ്സറുണ്ട്, മൊബൈലിനകത്ത് പ്രോസസ്സറുണ്ട്, AC റിമോട്ടിനകത്ത് പ്രോസസ്സറുണ്ട്. എവിടെ നോക്കിയാലും പ്രോസസ്സറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരുവാണ്. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾ നോക്കേണ്ട, നിങ്ങളുടെ വീട്ടിനകത്ത് ഇരിക്കുന്ന ഏതൊക്കെ ഡിവൈസസിനകത്ത് പ്രോസസ്സർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? പണ്ടത്തെ ബൾബിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? ഇപ്പോഴത്തെ ബൾബിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? അല്ലേ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചാർജർ, അതിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? പണ്ടത്തെ മൊബൈൽ ചാർജറിനകത്ത് പ്രോസസ്സർ ഉണ്ടോ? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ ക്ലാസ് തുടങ്ങി 2-3 ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എവിടെയാണ് പ്രോസസ്സർ ഉള്ളത്, എവിടെയാണ് പ്രോസസ്സർ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമവും വേണ്ട. ഈ പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുകയാണ്, പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഒരിക്കലും നിങ്ങളെ 8085 അല്ല ആദ്യം പഠിപ്പിക്കുന്നത്. ഈ 8085 എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ മനസ്സിലാവണമെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയണം.
അതായിരിക്കും ഞാൻ നിങ്ങൾ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ നമുക്കൊരു പ്രോസസ്സർ പഠിക്കാം. ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. എന്താണ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം? 2 നമ്പേഴ്സ് പറഞ്ഞേ 2ഉം 3യും, 2 + 3 അല്ലേ? നമുക്കറിയാം 2 + 3 ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു എന്താണ്, ഇങ്ങനെ ഇത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഈ 2ഉം 3യും നിങ്ങൾക്ക് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യാൻ എന്ത് വേണം? ഒരു കീബോർഡ് വേണം, അല്ലെങ്കിൽ ഒരു കീപാഡ് വേണം ആണേ. അപ്പോൾ നിങ്ങളോട് ചോദിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്നോട് പറയുകയാണ് സാർ എനിക്കൊരു കീബോർഡ് വേണം. എന്തിനാണ്? ഇത് എൻ്റർ ചെയ്യാനായിട്ട്. കീബോർഡോ കീപാഡോ എന്ത് വേണോ പറയാം. ക്ലിയർ? അപ്പോൾ ആ കീബോർഡ് എന്താണ് ചെയ്യുന്നത്? ഈ നമ്പർ എൻ്റർ ചെയ്യുന്നു. ദാറ്റ് ഈസ് യു ആർ ഇൻപുട്ടിങ് അല്ലേ? നിങ്ങൾ എൻ്റർ ചെയ്യുന്നു അല്ലേ? നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നു ആണേ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും കീബോർഡ് എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങളൊരു സ്പെസിഫിക് നെയിം പറയൂ. അപ്പം ഞാൻ പറയുവാണ് ഇൻപുട്ട് ഡിവൈസ് അല്ലേ? അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എന്താണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞു തരുവാണ് ഈ നമ്പർ എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതായത് ഇൻഫർമേഷൻ ഇൻപുട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് വേണം അല്ലേ? ആദ്യമായിട്ട് കേൾക്കുന്ന നിങ്ങളൊരു ടേമാണ് ഇൻപുട്ട് ഡിവൈസ്. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആഡ് ചെയ്തു അല്ലേ? ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കാണണമല്ലോ. റിസൾട്ട് എങ്ങനെ നമ്മൾ കാണും? ഒന്നെങ്കിൽ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു മോണിറ്റർ അല്ലേ, ഏതെങ്കിലും കാണണം. അപ്പോൾ നിങ്ങൾ എന്നോട് പറയുകയാണ് എനിക്ക് ആൻസർ കാണാനായിട്ട് എന്ത് വേണം? ഒരു ഡിസ്പ്ലേ യൂണിറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കും എന്തിനാണ് ഡിസ്പ്ലേ യൂണിറ്റ്? അപ്പോൾ നിങ്ങൾ പറയും സാർ ഔട്ട്പുട്ട് കാണാൻ അല്ലേ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? നിങ്ങൾ പറയും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് വേണം അല്ലേ? ഔട്ട്പുട്ട് ഡിവൈസ് വേണം. ഓക്കെ, അപ്പോൾ സിസ്റ്റം റെഡിയായോ? അപ്പോൾ ഞാൻ നിങ്ങളെ കീബോർഡ് വേണമെന്ന് പറഞ്ഞു, മോണിറ്റർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇത് ആര് ആഡ് ചെയ്യും? കീബോർഡ് ആഡ് ചെയ്യുമോ? ഇല്ല. മോണിറ്റർ ആഡ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ പ്രോസസ്സ് ആര് ചെയ്യും അല്ലേ? പണി ആര് ചെയ്യും? നിങ്ങൾ ആലോചിക്കുക. അപ്പം നിങ്ങൾ പറയും സാർ പണി ചെയ്യുന്ന ഒരാളെ കൂടെ വേണം. ഈ പണി ചെയ്യുന്ന ആളിന് ഞാൻ പറയുന്ന പേരാണ് പ്രോസസ്സർ. നിങ്ങൾ എക്സാമിനൊന്നും ഒരിക്കലും പണി ചെയ്യുന്ന ആളൊന്നും എഴുതരുത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇപ്പോൾ പറഞ്ഞു ഈ പണി ചെയ്യുന്ന ആളാരാണ്? പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ എന്നോട് പറയും സാർ എനിക്കൊരു പ്രോസസ്സറും കൂടെ താ. ഓക്കെ, അപ്പോൾ പ്രോസസ്സറും കൂടെ തരാൻ റെഡിയാണ്. അപ്പോൾ അടുത്ത പ്രശ്നം, ഈ പ്രോസസ്സറിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? 2, 3 കൂടെ ആഡ് ചെയ്താന്ന് പറഞ്ഞാൽ മതിയോ? ഇല്ല അല്ലേ? പ്രോസസ്സറിന് മനസ്സിലാവണം. ദാറ്റ് ഈസ് വി നീഡ് ടു ഇൻസ്ട്രക്ട് ദ പ്രോസസ്സർ അല്ലേ? ആ പ്രോസസ്സറിന് നമുക്ക് വേണ്ട എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ക്ലിയർ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പ്രോസസ്സറിന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഇൻസ്ട്രക്ഷൻസ് എഴുതണം അല്ലേ? നമ്മൾ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശം കൊടുക്കണം അല്ലേ? എന്ന് പറയുന്ന പോലെ പ്രോസസ്സറിന് മനസ്സിലാവേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാർ ഇൻസ്ട്രക്ഷൻസ് എവിടെ സേവ് ചെയ്യും അല്ലേ? കീബോർഡിനകത്ത് ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. മോണിറ്ററിനകത്ത് ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രോസസ്സറിനകത്ത് ഇൻസ്ട്രക്ഷൻ സേവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പണി ചെയ്യുന്ന ആളാണ്, അതിനകത്ത് കൊണ്ട് കുറേ സാധനങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനങ്ങൾ അല്ലേ എന്ത് ജോലിയാണോ ചെയ്യേണ്ടത് അല്ലേ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എവിടെ സ്റ്റോർ ചെയ്യും. അപ്പം നിങ്ങൾ എന്നോട് തിരിച്ച് ചോദിക്കും സാർ ഒരു കാര്യം കൂടെ എനിക്ക് വേണം. എന്താണ് എനിക്ക് വേണ്ട അടുത്ത കാര്യം? ഇറ്റ് ഈസ് കോൾഡ് മെമ്മറി. കണ്ടോ? മെമ്മറി. ക്ലിയർ? ഓക്കെ, അപ്പം നിങ്ങൾ ചോദിച്ചു, അതനുസരിച്ച് ഞാൻ വരയ്ക്കുവാണ്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് എന്ത് വേണം? ഞാൻ പറഞ്ഞു എനിക്കൊരു ഇൻപുട്ട് ഡിവൈസും വേണം, ഔട്ട്പുട്ട് ഡിവൈസും വേണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, IO ഡിവൈസ് അല്ലേ? ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും കൂടെ ചേർത്തിട്ട് ഞാൻ എന്ത് പറയും? IO ഡിവൈസ് അല്ലേ? ക്ലിയർ? അപ്പം നിങ്ങൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കേട്ട ടേം കണ്ടോ? IO ഡിവൈസ്. ഇനി നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എവിടെ IO ഡിവൈസ് എന്ന് കേട്ടാലും നിങ്ങൾക്ക് ഓർമ്മ കാണും. ക്ലിയർ? ഓക്കെ, അപ്പോൾ IO ഡിവൈസ് കഴിഞ്ഞു. IO ഡിവൈസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത് എന്താണ്? പ്രോസസ്സർ വേണമെന്ന് പറഞ്ഞു അല്ലേ? പ്രോസസ്സർ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, പ്രോസസ്സറും തന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് മെമ്മറി വേണമെന്ന് പറഞ്ഞു. ഓക്കെ, മെമ്മറി വേണമെന്ന് പറഞ്ഞു. ക്ലിയർ? ഓക്കെ, ഈ മെമ്മറിയുടെ ആവശ്യം എന്തായിരുന്നു? ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ അല്ലേ? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനാണ് മെമ്മറി. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട എല്ലാം നിങ്ങൾക്ക് തന്നു. ഇനി ഞാൻ പറയാൻ 2 നമ്പേഴ്സ് ആഡ് ചെയ്തതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നോക്കിയേ, ഇതാ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ ഇവിടെ ഇരിപ്പുണ്ട്, ചെയ്യാൻ ആൾ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് കാണിക്കാൻ ആളിരിപ്പുണ്ട്. ഇവർ 3 പേര് 3 സൈഡിൽ ഇരുന്നാൽ മതിയോ? ഇല്ല. ഇവർ തമ്മിൽ ഒരു ലിങ്ക് വേണം. ദാറ്റ് ഈസ് വി റിക്വയർഡ് എ കണക്ഷൻ അല്ലേ? അപ്പം നിങ്ങൾ നോക്കിയേ, ദാ മെമ്മറിയും പ്രോസസ്സറും തമ്മിലൊരു കണക്ഷൻ വേണം. എങ്കിൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെ പ്രോസസ്സറിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ അവൻ എന്ത് ചെയ്യുള്ളൂ? പണി ചെയ്യുള്ളൂ. ആണേ, ഈ പ്രോസസ്സർ പണി ചെയ്യണമെങ്കിൽ എന്താ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ള പണിയാണേ. അപ്പോൾ ഈ നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഇവിടെ എത്തണം.
ആണേ. അപ്പോൾ ഇവിടെയും എന്ത് വേണം? കണക്ഷൻസ് വേണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കണക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് ലിങ്ക്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം ബസ് അല്ലേ. നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പല ബസ്സും കേൾക്കും. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളും പഠിച്ച ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബസ് എന്താണെന്ന് അല്ലേ. കണ്ടോ? അപ്പോൾ ഈ ബസ്സിൻ്റെ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ. പ്രോസസ്സറും മെമ്മറിയും, അല്ലെങ്കിൽ പ്രോസസ്സറും IO ഡിവൈസും ഇത് തമ്മിൽ ഒരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ബസ്. ക്ലിയർ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ നോക്കിയേ, ഇത് പ്രോസസ്സർ. യവന്മാരെ രണ്ടുപേരെയും ചേർത്തിട്ട് ഞാനൊരു പേര് പറയും, പെരിഫറൽ ഡിവൈസസ്. എന്താണ്? പെരിഫറൽ ഡിവൈസസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ള ജോലി തന്നു. നിങ്ങൾ പറഞ്ഞു ഇത്രയും സാധനങ്ങൾ തന്നാൽ ഞാൻ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കാം. ഈ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം അല്ലേ. പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം. ഇനി ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നിങ്ങൾക്ക് 8085 പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രോസസ്സിൻ്റെ അവിടെ 8085 വരയ്ക്കും അല്ലേ. എന്നിട്ട് ബാക്കി ഓപ്പറേഷൻസ് ചെയ്യും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഞാനിപ്പോൾ ചെയ്യിപ്പിച്ചു. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി നിങ്ങൾ എന്തെങ്കിലും കാണാതെ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ മൈക്രോ പ്രോസസർ മൈക്രോ കൺട്രോൾ എന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാതെ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ബേസിക് സിസ്റ്റം പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, സാർ പ്രോസസ്സർ പറഞ്ഞു, IO ഡിവൈസ് പറഞ്ഞു, മെമ്മറി പറഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് യു മീൻ ബൈ മെമ്മറി അല്ലേ. മെമ്മറി. ഓക്കെ, മെമ്മറി പറഞ്ഞേ. മെമ്മറി എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം എന്താണ്? ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ. ഞാൻ അപ്പോൾ അങ്ങനെ തന്നെ എഴുതുവാണ്. ദിസ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ. സ്റ്റോർ ദ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് യു മീൻ ബൈ ഇൻഫർമേഷൻ? എന്താണ് ഇൻഫർമേഷൻ അല്ലേ? നമ്മൾ വെറുതെ ഇംഗ്ലീഷ് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല, ആ വേർഡ് പറയണം. എന്താണ് ഇൻഫർമേഷൻ? മെമ്മറി എന്ന് പറഞ്ഞാൽ സ്റ്റോർ ദ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക. ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പറഞ്ഞേ, അല്ലെങ്കിൽ ഞാൻ പറയാം VLC പ്ലെയർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആണേ. ആ VLC പ്ലെയറിൻ്റെ യൂസ് എന്താ? എല്ലാവരും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് VLC പ്ലെയർ. നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു ആണേ. അപ്പോൾ അതിനകത്തൊരു പ്ലേ ബട്ടൺ ഉണ്ടല്ലോ. ഓക്കെ, ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ VLC പ്ലെയറിലെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ആകും ആണേ. അപ്പോൾ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും എഴുതി വെച്ചേക്കുന്നത്? ഒരു ബട്ടൺ ക്ലിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എന്ത് ചെയ്യണം? പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇൻസ്ട്രക്ഷൻസ് അല്ലേ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ. ഞാൻ ചോദിക്കട്ടെ, ഒരു VLC പ്ലെയർ ഓപ്പൺ ആക്കി വെച്ചിട്ട് വെറുതെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയോ? ഇല്ല. നമ്മൾ എന്ത് കൊടുക്കണം? വീഡിയോ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ഫിലിം കാണാനാണെങ്കിൽ നമ്മളൊരു ഫിലിം കൊടുക്കണം അല്ലേ. അല്ലെങ്കിൽ ഒരു സോങ് പ്ലേ ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മളൊരു ഡേറ്റ ഇൻപുട്ട് ചെയ്യണം. വെറുതെ സോഫ്റ്റ്വെയർ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മളൊരു ഡേറ്റ ഇൻപുട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ VLC പ്ലെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇടണം. ഈ വീഡിയോനെ വിളിക്കുന്ന പേരാണ് ഡേറ്റ. ക്ലിയർ? അപ്പോൾ VLC പ്ലെയർ ഒരു വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ ആദ്യം വീഡിയോ കൊടുക്കണം. ദിസ് വീഡിയോ ഈസ് കോൾഡ് ഡേറ്റ. ഓക്കെ, ഒരു പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻസ്. ക്ലിയർ? അപ്പോൾ 2 കാര്യങ്ങളാണ് നമുക്കൊരു വേണ്ടത്. എന്തൊക്കെയാണ്? ഡേറ്റയും ഉണ്ട്, ഇൻസ്ട്രക്ഷനും ഉണ്ട്. ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട്, ഒരു മ്യൂസിക് പ്ലെയർ എടുത്ത് കഴിഞ്ഞാൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ബട്ടൺ ഞെക്കുമ്പോൾ എന്ത് സംഭവിക്കണമെന്നുള്ളത്. പക്ഷേ ആ ബട്ടൺ മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ പാട്ട് പ്ലേ ചെയ്യണം, അതായത് സോങ് കൊടുക്കണം. ദിസ് സോങ് ഈസ് കോൾഡ് ഡേറ്റ. റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. മെമ്മറി ക്യാൻ ബി യൂസ്ഡ് ടു സ്റ്റോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ. ഇതൊക്കെ ചിലപ്പോൾ ഞാൻ മാറ്റി പറയും. അങ്ങോട്ട് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ ചില മാറ്റങ്ങളൊക്കെ പറയും. ഇപ്പം നിങ്ങൾ ബേസിക് ആയിട്ട് പറയുവാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മെമ്മറി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോർ ചെയ്യാനാണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാം എന്താണ് മെമ്മറി, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അതിന് നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുക്കാം. നമുക്ക് അറിയാവുന്നൊരു എക്സാമ്പിൾ, ഒരു ഹൗസിംഗ് കോളനി എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഒരു കോളനി ഡിഫൈൻ ചെയ്യുന്നു. അതിനകത്ത് നിറയെ വീടുകളുണ്ട് അല്ലേ. നോക്കിയേ, ഫസ്റ്റ് വീട്, സെക്കൻഡ് വീട്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ ഇഷ്ടംപോലെ വീടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഹൗസിംഗ് കോളനി. ഓക്കെ, ഹൗസിംഗ് കോളനി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഇതിൽ ഓരോ വീടുണ്ട് അല്ലേ, ഇഷ്ടംപോലെ വീടുണ്ട്. ഇതാ ഒരു വീട് എടുക്കുവാണ്, ഇതാണ് ഒരു വീട്. ഒരു വീടിൽ അല്ലേ, ഒരു വീടെടുത്തു. ആ വീടിനകത്ത് ഞാൻ പറയുന്നത് 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. അടുത്ത വീട്ടിലും 8 ആൾക്കാർ, അടുത്ത വീട്ടിലും 8 ആൾക്കാർ. ഓക്കെ, അപ്പോൾ കണ്ടോ, ഓരോ വീട്ടിലും 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വീടാണ്. ക്ലിയർ? ഇനി നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഓരോ വീടും നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ഓരോ വീടിനും എന്തുണ്ട്? അഡ്രസ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ വീട്ടിലൊരു ആളെ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സെക്യൂരിറ്റിയോട് ചോദിക്കും, ഹൗസ് നമ്പർ ദിസ് അല്ലേ. ഇപ്പോൾ ഹൗസ് നമ്പർ ഇപ്പോൾ നോക്കി, ഇത് 100, ഇത് 101, 102, ഈ 102 ആളെ എനിക്ക് കാണണം എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ഹൗസിംഗ് കോളനി നമ്മൾ കൺസിഡർ ചെയ്തു, നിറച്ച് വീടുണ്ട്, ഓരോ വീട്ടിലും 8 ആൾക്കാരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു, അങ്ങനെ കുറേ വീടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ ഓരോ വീടും റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തുപയോഗിച്ചാണ്? അതിൻ്റെ തന്നെ അഡ്രസ്സ് അല്ലേ, ഓരോ വീടിൻ്റെയും അഡ്രസ്സ്. ക്ലിയർ? ഇത് നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ. ഞാൻ പറയും മെമ്മറിയുടെ ഏകദേശം സ്ട്രക്ചറും ഇതുപോലെയാണ്. ഓക്കെ, അപ്പോൾ മെമ്മറി നിങ്ങൾക്ക് പഠിക്കാം, മെമ്മറി നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കാം. നോക്കി, മെമ്മറി എന്ന് പറഞ്ഞാൽ സിമിലർ ടു ഹൗസിംഗ് കോളനി ആണേ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ഹൗസിംഗ് കോളനിയിൽ നിറയെ എന്തുണ്ട്? ഹൗസസ് ഉണ്ട്. അതുപോലെ മെമ്മറി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇഷ്ടം പോലെ എന്തുണ്ട്? മെമ്മറി ലൊക്കേഷൻസ് ഉണ്ട്. കണ്ടോ, മെമ്മറി ലൊക്കേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ വിളിക്കും രജിസ്റ്റേഴ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഹൗസിന് അല്ലേ, ഇവിടുത്തെ ഹൗസിന് അനലോഗസ് ആയിട്ട് എന്തുണ്ട്? രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ. ഓക്കെ, ഇതുപോലെ ഒരു രജിസ്റ്റർ ആണോ? ഇല്ല. നോക്കിയേ, ഇഷ്ടം പോലെ ഹൗസ് ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ രജിസ്റ്റേഴ്സ്, അതായത് ഇഷ്ടം പോലെ ലൊക്കേഷൻസ് ഉണ്ട്. കണ്ടോ? ഇനി ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഓരോ ഹൗസും റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? യൂസിങ് ദെയർ ഓൺ അഡ്രസ്. സിമിലർലി ഓരോ ലൊക്കേഷനും റെപ്രസെന്റ് ചെയ്യുന്നത് അഡ്രസ് ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഈസ് കോൾഡ് മെമ്മറി അഡ്രസ്. മെമ്മറി അഡ്രസ്. ഓക്കെ, ക്ലിയർ? ഓരോ ലൊക്കേഷനും ഐഡന്റിഫൈ ചെയ്യുന്ന അതിൻ്റെ അഡ്രസ്സാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഹൗസിലെ ആളിനെ നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് അറിയണം. അതുപോലെ നോക്കിയേ, ഒരു ലൊക്കേഷനിലെ ഇൻഫർമേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണം? അതിൻ്റെ അഡ്രസ്സ് അറിയണം. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 8 ആൾക്കാരെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അപ്പം നമ്മളിവിടെ പറയും 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകം എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും? 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു മെമ്മറിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കണം. എന്താണ്? കുറേ രജിസ്റ്റേഴ്സ് ഇങ്ങനെ അടുക്കി വെച്ച് ഉണ്ടാകുന്നതാണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, ക്ലിയർ? ഇതും കമ്പയർ ചെയ്തു. ഇതിനകത്താണല്ലോ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്മറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യം പറഞ്ഞോട്ടെ, മെമ്മറി അഡ്രസ്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ് മെമ്മറി അഡ്രസ്. ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഓരോ ഹൗസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 100, 101 അല്ലേ, 101, 102. പക്ഷേ മെമ്മറി പറയുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഓക്കെ, 2000H. കണ്ടോ, ഈ H എവിടെയാണ് കാണുന്നത്? H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ അല്ലേ. ഹെക്സാഡെസിമലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞൂടാ, അല്ലെങ്കിൽ മൈക്രോ കൺട്രോൾ എന്ന സബ്ജക്റ്റിൽ ഇങ്ങനെയുള്ള കുഞ്ഞു ബേസിക് കാര്യങ്ങളുണ്ട്. അതായത് തൊട്ട് മുമ്പത്തെ സെമസ്റ്റർ പഠിച്ച എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ നമ്മുടെ ആപ്പിൽ ബേസിക്സ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ 5ാം ക്ലാസ് മുതൽ BTech വരെ പഠിച്ചതിലുള്ള നിങ്ങൾക്ക് അറിയേണ്ട കുഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, എങ്ങനെ ബൈനറി ആക്കി മാറ്റാം, എങ്ങനെ ഹെക്സാഡെസിമൽ നമ്പർ എന്താണ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതൊന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഒരു അഡ്രസ്സ് റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ഒരു അഡ്രസ്സ് എന്ന് പറയുന്നത്. ഹെക്സാഡെസിമൽ, നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിജിറ്റാണ്, ഇതൊരു ഡിജിറ്റാണ്, ഇതൊരു ഡിജിറ്റാണ്. ഓരോ ഡിജിറ്റിനെയും അതിൻ്റെ ബൈനറി എഴുതുക. എത്ര ബിറ്റ് വെച്ചിട്ട്? 4. 2ൻ്റെ ബൈനറി പറഞ്ഞേ, എല്ലാവർക്കും അറിയാമല്ലോ 2ൻ്റെ ബൈനറി എഴുതാൻ. ഇനി 2ൻ്റെ ബൈനറി എഴുതാൻ അറിഞ്ഞൂടാത്ത ആൾക്കാർ എവിടെ പോയി നോക്കണം? നമ്മുടെ ആപ്പിൽ ബേസിക്സിൻ്റെ വീഡിയോ ഉണ്ടാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിയേ, 0യുടെ ബൈനറി 4 ബിറ്റ് വെച്ച് എഴുതി. നോക്കിയേ, ഇവിടെയും 4 ബിറ്റ് വെച്ച് എഴുതി, ഇവിടെയും 4 ബിറ്റ് വെച്ച് എഴുതി. കണ്ടോ? ഇതാണ് ഒരു മെമ്മറിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, കണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് 200H എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 0010. കണ്ടോ? ഇതിൽ എത്ര ബിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ബിറ്റ് ഉണ്ട്. നോക്കിയേ, നിങ്ങൾ അപ്പം തന്നെ നമ്പർ ചെയ്തേ, A0 A1 എക്സെട്ര അപ് ടു എവിടം വരെ A15. കണ്ടോ? അപ്പോൾ ഒരു മെമ്മറിയുടെ അഡ്രസ്സ് കണ്ടോ? മെമ്മറിയുടെ അഡ്രസ്സ് കണ്ടോ? ഇങ്ങനെയാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ അഡ്രസ്സിൽ എത്ര ബിറ്റ് ഉണ്ട്? ഈ അഡ്രസ്സിന് എത്ര ബിറ്റ് ഉണ്ട്? 16 ബിറ്റ് ഉണ്ട്. നിങ്ങൾ വേറൊരു അഡ്രസ്സ് പറഞ്ഞേ. ഇതാ നോക്കിയേ, 20001H. 1H.
ഇതൊരു അഡ്രസ്സാണ് അല്ലേ? ഇതിനെ നമുക്ക് എത്ര ബിറ്റായിട്ട് എഴുതാം? 16 ബിറ്റായിട്ട് എഴുതാം. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ അഡ്രസ്സ് നിങ്ങൾക്ക് കണ്ടാൽ എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അഡ്രസ്സ് പഠിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പഠിക്കണം. ഞാൻ മൊത്തം പറഞ്ഞു, ഇതിലിപ്പോൾ എത്ര ബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു? 16 ബിറ്റ് അല്ലേ? ഇതാ നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇതാ ഈ 8 ബിറ്റിനെ ചേർത്തിട്ട് ഞാനൊരു പേര് പറയും, ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലേ? ഇനി നിങ്ങൾ മൈക്രോ പ്രോസസർ പഠിക്കുമ്പോൾ ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്, ലോവർ ഓർഡർ ഹയർ ഓർഡർ മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞാൽ പേടിക്കരുത്, ഒന്നുമില്ല. എന്താണ് ലോവർ ഓർഡർ മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞാൽ? ദാ ഈ കാണുന്ന ആദ്യത്തെ 8 എണ്ണം, ആദ്യത്തെ 8 എണ്ണത്തിന് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? A0 മുതൽ A7 വരെ. കണ്ടോ? A0 മുതൽ A7 വരെ 8 എണ്ണം, ആദ്യത്തെ 8 എണ്ണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്. ഓക്കെ, ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അടുത്ത, അപ്പോൾ ബാക്കി വരുന്ന 8 എണ്ണത്തിന് നമുക്ക് എന്ത് വിളിക്കാം? മറ്റേതിന് ലോവർ ഓർഡർ മെമ്മറി അഡ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇങ്ങനെ എഴുതും, ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന 8 എണ്ണം പറഞ്ഞേ 7 വരെ ഇവിടെ ഉപയോഗിച്ചു. ബാക്കി വരുന്ന A8 മുതൽ A15. ക്ലിയർ? ഇതിനെ വിളിക്കുന്ന പേരാണ് ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്. ക്ലിയർ? അപ്പം നിങ്ങൾ നോക്കിയേ, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? മെമ്മറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. മെമ്മറിയിലെ ഒരു ലൊക്കേഷൻ പറഞ്ഞു, ഓരോ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു, അഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അഡ്രസ്സ് ഇവിടെ ഞാൻ പറഞ്ഞപ്പോൾ നോക്കി, ശ്രദ്ധിച്ചേ, ഇവിടെ അഡ്രസ്സ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നോക്കിയേ, ഒരു അഡ്രസ്സ് ഞാൻ എഴുതുവാണേ, 00 എന്ന് പറഞ്ഞൊരു അഡ്രസ്സ്. ഇതാണ് എൻ്റെ അഡ്രസ്സ് A0. അങ്ങനെ എനിക്ക് എത്ര കോമ്പിനേഷൻ പറ്റും? 2 എണ്ണം മാത്രം വെച്ചിട്ട്, 01 10 11 അല്ലേ? അപ്പോൾ ഇത് A1 അഡ്രസ്, ഇത് A2 അഡ്രസ്, ഇത് A3 അഡ്രസ് ആണേ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് നോക്കിയേ, 2 ബിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര അഡ്രസ്സ് പോസിബിൾ ആണ്? 4 അഡ്രസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, 2 ബിറ്റ് വെച്ചിട്ട് 00 01 10 11 എത്ര അഡ്രസ്സ് പോസിബിൾ ആണ്? 4 അഡ്രസ്സ് പോസിബിൾ ആണ്. ഓക്കെ, 4 അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 4 ലൊക്കേഷനെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഹൗസിൻ്റെ അഡ്രസ്സ് എന്താണ്? 00. ഈ ഹൗസിൻ്റെ അഡ്രസ്സ് എന്താണ്? 01. ഹൗസ് ആണോ? ഈ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് എന്താണ്? 10. ക്ലിയർ? അല്ലെങ്കിൽ ഈ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്താണ്? 11. പല പേരിലും നമ്മൾ അറിയപ്പെടും. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്നൊരു കോമൺ പാറ്റേൺ കിട്ടി അല്ലേ? 2 ബിറ്റ് ഉണ്ടെങ്കിൽ 4 അഡ്രസ് അല്ലേ? അതായത് 4 ലൊക്കേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ 4 എങ്ങനെ എഴുതുന്ന? 2⁻². ആണേ. അങ്ങനെയാണെങ്കിൽ 16 ബിറ്റ് അഡ്രസ് ആണെങ്കിൽ, നിങ്ങൾ പറഞ്ഞേ 16 ബിറ്റ് അഡ്രസ് ആണെങ്കിൽ 2⁻16 ലൊക്കേഷൻസ് അല്ലേ? കണ്ടോ? 2⁻16 ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, നോക്കിയേ, മെമ്മറി എടുക്കുന്നു, ഭയങ്കര വലിയ മെമ്മറിയാണ്. ഇവിടെ 4 ലൊക്കേഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എത്രയാ? 2⁻16. കണ്ടോ? 1 2 3 എക്സെട്ര എത്ര ലൊക്കേഷൻ ഉണ്ട്? 2⁻16 അല്ലേ? 2⁻16 നിങ്ങൾക്ക് നമ്മുടെ ബേസിക്സിൽ നമ്മൾ 2ന്റെ പവറിൻ്റെ ഒരു ട്രിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? 2⁻16. 16നെ 6 + 10 എന്ന് എഴുതാം. ഇതിനെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മാത്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? 2⁻6 × 2⁻10. 2⁻10 എവിടെ കണ്ടാലും, ഇതെല്ലാം ബേസിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. 2⁻10 എവിടെ കണ്ടാലും നമ്മൾ എന്ത് എഴുതും? K എന്ന് എഴുതും. 2⁻6 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × അങ്ങനെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ 6 പ്രാവശ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, ആൻസർ 64K എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എവിടെ തുടങ്ങി? മെമ്മറിയുടെ അഡ്രസ്സ് പറഞ്ഞു. ഇനി അഡ്രസ്സിലെ ബിറ്റ്സിന് പ്രത്യേകതയുണ്ട്. അതായത് ഇതിനിപ്പോൾ എത്ര ലൊക്കേഷൻസ് പറ്റും? 64K ലൊക്കേഷൻസ് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കണ്ടോ? 64K ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലുതാണെന്ന് ആലോചിക്കണം. ഇപ്പോൾ K എന്ന് പറയുന്നത് 1000 അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 1000 എന്ന് നിങ്ങൾ വെറുതെ പറയുവാണ്. ആക്ച്വലി ഇത് 1000 അല്ല. അപ്പോൾ നോക്കിയേ, 64 × 1000 എത്രയാ? 64000 ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടോ? ഇപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ നോട്ടിൽ നോട്ട് ചെയ്യണം. അഡ്രസ് ബിറ്റ് എഴുതിക്കേ. അഡ്രസ് ബിറ്റ് എത്രയാണ്? N ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻ ബാക്കി എഴുതിക്കോളൂ. എത്രയാ? 2⁻n. ഇത് ജസ്റ്റ് നമ്മൾ ഇനിയും പറയും, ഇതെല്ലാം ഇനിയും പറയും. അപ്പോൾ ബേസിക് കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രോസസ്സറിലെ നമ്മൾ മെമ്മറിയെക്കുറിച്ച് സംസാരിച്ചു, മെമ്മറിയെക്കുറിച്ച് എല്ലാം പറഞ്ഞു. മെമ്മറി എന്ന് പറഞ്ഞാൽ കുറേ സീരീസ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട്, അതിനകത്ത് അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അടുത്ത നിങ്ങളുടെ സംശയത്തിൻ്റെ ആൻസർ ഇതാ, ഹൗ വി ക്യാൻ സ്റ്റോർ ഇൻഫർമേഷൻ ഇൻ മെമ്മറി അല്ലേ? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? ഓൾറെഡി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞ്, ഇൻസ്ട്രക്ഷൻ വരാം, ഡേറ്റ വരാം. ഒരു കുഞ്ഞ് ഇൻസ്ട്രക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് പോലുമില്ല, കേൾക്കണ്ട, പിന്നീട് പഠിപ്പിച്ചു തരാം. നോക്കിയേ, മൂവ് A, B എന്ന് പറയുന്നൊരു ഇൻസ്ട്രക്ഷൻ, എന്തോ ആയിക്കോട്ടെ,
പോട്ടെ, ഈ ഇൻസ്ട്രക്ഷൻ കേട്ടില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞേ, ഒരു മെമ്മറി അഡ്രസ്സ് പറഞ്ഞേ, നമുക്ക് 200H എന്ന് പറയുന്ന ലൊക്കേഷനിൽ. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് മെമ്മറിക്കകത്ത് ഇരിക്കുന്നത്? ഇങ്ങനെ തന്നെ എഴുതി വെക്കുവാണോ? മൂവ് A, B എന്ന് എഴുതി വെക്കുവാണോ? ഒരിക്കലുമില്ല. മെമ്മറിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് നോക്കിയേ, ഇതിൻ്റെ ഒരു ബൈനറി ഫോം ആക്കും. ഓക്കെ, എക്സാമ്പിൾ, പരീക്ഷയ്ക്ക് എഴുതരുത്, എക്സാമ്പിളാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ബൈനറി ഫോം 35 ആണെന്നിരിക്കട്ടെ. 35 എന്ന് പറഞ്ഞാൽ 3നെ ബൈനറി എഴുതുക 0011. 5ൻ്റെ ബൈനറി എന്താണ്? എല്ലാവർക്കും അറിയാം, 0101. കണ്ടോ? അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ ഒരു ബൈനറി ഫോം ഉണ്ട്. ആ ബൈനറി ഫോമിന് ഇവിടെ എഴുതും അല്ലേ? അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പോൾ 0101. കണ്ടോ? ഇങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ ആയാലും ഡേറ്റ ആയാലും എന്താ സംഭവിക്കുന്നത്? മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെമ്മറി. മെമ്മറി എന്താണെന്ന് മനസ്സിലായി, മെമ്മറി അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായി. ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്താണ്? ആസ് എ ബൈനറി. നിങ്ങൾ എന്ത് ഇൻസ്ട്രക്ഷനോ നിങ്ങൾ എന്ത് ഡേറ്റയോ ആണെങ്കിലും മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്ന എന്താണ്? ബൈനറി. ക്ലിയർ? ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ 35H എന്ന് എഴുതും. ഓക്കെ, എനിക്കിത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ 35H എന്ന് പറഞ്ഞാൽ ഈ ബൈനറിയാണ് മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം നിങ്ങളുടെ മെമ്മറി എന്ന് പറയുന്ന ടോപ്പിക്കിലെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി. ഇനി നിങ്ങൾക്ക് എന്ത് മെമ്മറിയെക്കുറിച്ച് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മളെ സിസ്റ്റം പറഞ്ഞപ്പോൾ പ്രോസസ്സറിനെ കുറിച്ച് പറഞ്ഞു, മെമ്മറിയെക്കുറിച്ച് പറഞ്ഞു, IO ഡിവൈസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് എന്ത് പറയുന്നത്? ബസ്. അപ്പം മെമ്മറിയെക്കുറിച്ച് സംസാരിച്ചാൽ അടുത്ത് നമ്മൾ സംസാരിക്കേണ്ട ആരെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്? ബസ്സിനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എഴുതാം, എന്താണ് ബസ്? ഓക്കെ, ഇതെല്ലാം ബേസിക് കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൈക്രോ പ്രോസസ്സറും മൈക്രോ കൺട്രോളർ എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബസ് എന്താണെന്ന് പറയാം. ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ ബസ് അറിയാം. നിങ്ങളൊന്ന് പറഞ്ഞേ, എന്താണ് ബസ് എന്ന് പറയുന്നത്? ഇതാ, ഞാൻ മൈക്രോ പ്രോസസ്സർ വരച്ചു, മൈക്രോ പ്രോസസ്സർ എന്ന് പറയാറായിട്ടില്ല, പ്രോസസ്സർ വരച്ചു, മെമ്മറി വരച്ചു, ഓക്കെ, IO ഡിവൈസ് വരച്ചു, ഓക്കെ, ഇവിടെ കണക്റ്റിംഗ് ലൈൻസ് വരച്ചു ആണേ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞു, വാട്ട് യു മീൻ ബൈ ബസ് അല്ലേ? ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ലിങ്ക്. ലിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കും ആരൊക്കെ തമ്മിൽ? മൈക്രോ പ്രോസസ്സറും മെമ്മറിയും, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറും IO ഡിവൈസ്. ഇത് രണ്ടും തമ്മിലുള്ള, രണ്ടിനെയും കൂടെ ചേർത്ത് നിങ്ങളൊരു പേര് പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് പെരിഫറൽ ഡിവൈസ് അല്ലേ? പെരിഫറൽ ഡിവൈസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും വാട്ട് യു മീൻ ബൈ ബസ്. ബസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് പെരിഫറൽ ഡിവൈസ്. ഓക്കെ, അപ്പോൾ എഴുതിക്കേ, നിങ്ങളുടെ നോട്ടിൽ നിന്ന് എഴുതിക്കേ. പ്രത്യേകിച്ച് നോട്ടിൻ്റെ ഒരു ആവശ്യമില്ല, നിങ്ങൾ ഈ പറയുന്ന കാര്യം എഴുതിയാൽ മതി. ഓക്കെ, ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ഏതൊക്കെയാണ് പറഞ്ഞേ? പ്രോസസ്സർ ആൻഡ് ഏതാ? മെമ്മറി. ക്ലിയർ? മെമ്മറി ആണോ? പ്രോസസ്സറും മെമ്മറി മാത്രമാണോ? അല്ല, IO ഡിവൈസും വരാം. കോമൺ ആയിട്ട് എന്ത് പറയാം? പെരിഫറൽ ഡിവൈസ്. ഓക്കെ, ഇനി ഞാൻ ബോർഡിൽ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന കേട്ട് എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ബസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു ലിങ്കാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഒരു വഴി അല്ലേ? ബസ് എന്ന് പറഞ്ഞാൽ ഒരു വഴിയായിട്ട് ഞാൻ പറയാം. പാത്ത് ബിറ്റ്വീൻ ഏതൊക്കെയാ? പ്രോസസ്സറും മെമ്മറിയും തമ്മിലുള്ളൊരു പാത്താണ്, അല്ലെങ്കിൽ പ്രോസസ്സറും IO ഡിവൈസും തമ്മിലുള്ള പാത്താണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു 2 ലൈൻസ് വരയ്ക്കുകയാണ്. നോക്കിയേ, 2 ലൈൻ. ഞാൻ ഒന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച്. ഇതാ ഈ പോയിന്റ് A, അതായത് പ്രോസസ്സർ ഇരിക്കുന്ന പ്ലേസ് ആണെന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, എക്സാമിന് എഴുതാൻ വേണ്ടിയല്ല, മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. നോക്കിയേ, ഇത് മെമ്മറിയുടെ പോയിന്റ് എന്ന് വെച്ചു, മെമ്മറി ഇരിക്കുന്ന പ്ലേസ്. നിങ്ങൾക്ക് നോക്കിയേ, A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു സിഗ്നൽ അയക്കണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ അയക്കണം. എക്സാമ്പിൾ, നിങ്ങൾക്ക് 1 അയക്കണം. 1 അയക്കാൻ ഒന്നുമില്ല, നിങ്ങളിവിടെ എന്ത് ചെയ്യുക? ഇവിടെ ഒരു 5 വോൾട്ട് കണക്ട് ചെയ്യുക. 5 വോൾട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ 5 വോൾട്ട് എന്ത് ചെയ്യും? ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. ഇനി നിങ്ങൾക്ക് 0 ആണ് ഈ ലൈനിൽ കൂടെ അയക്കേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഈ 0 ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. കണ്ടോ? ഇതിപ്പോൾ പ്രോസസ്സറിൻ്റെ സൈഡാണെന്ന് ആലോചിച്ച്, ഇത് മെമ്മറിയുടെ സൈഡാണെന്ന് ആലോചിച്ച്. അപ്പോൾ ഈ ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ 1010 ഇതൊക്കെയല്ലേ ഇൻഫർമേഷൻ. അപ്പോൾ ഈ 1 ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, 0 ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഈ സിമ്പിൾ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് ബസ്. ക്ലിയർ? അപ്പോൾ ബസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായി എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ലൈൻസ് അല്ലേ? ഫോർ ട്രാൻസ്ഫറിങ് ഇൻഫർമേഷൻ അല്ലേ? സെറ്റ് ഓഫ് ലൈൻസ്. ക്ലിയർ? ഇവിടെ ഇപ്പോൾ എത്ര ലൈൻ ഉണ്ട്? പറഞ്ഞേ, എത്ര ലൈൻ ഉണ്ട്? 2 ലൈൻ ഉണ്ട്.
സോ വി ക്യാൻ കോൾ ദിസ് ആസ് 2-bit ബസ് അല്ലേ, 2-bit ബസ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയേ 16 ലൈൻസ് വരച്ചു. ഓക്കെ, ഇതുപോലെ 16 ലൈൻസ് വരച്ചു എങ്കിൽ ആ ബസ്സിനെ നിങ്ങൾ എന്ത് വിളിക്കും? 16-bit ബസ് എന്ന് വിളിക്കും. കണ്ടോ? അപ്പോൾ ഇനി മൈക്രോ പ്രോസസ്സർ പഠിക്കുമ്പോൾ ബസ് എന്ന് കേട്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ. ഒന്നുമില്ല, 16 ലൈൻസ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു അഡ്രസ്സ് പറയുവാണ് 2000H എന്ന് പറയുന്നൊരു അഡ്രസ്സ് ആണേ. പെട്ടെന്ന് പറഞ്ഞേ, 20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൈനറി എഴുതുക 010, 0യുടെ ബൈനറി എഴുതുക 000, 0യുടെ ബൈനറി എഴുതുക 000, ഇതിൻ്റെ ബൈനറി എഴുതുക 000. നിങ്ങൾക്ക് ഈ അഡ്രസ് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ ഒരു ലൈനിൽ കൂടെ കടത്തി വിടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ലൈൻ അല്ല, 16 ലൈൻ വേണം. എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചേ, A0 മുതൽ A15 വരെ 16 എണ്ണം. ഈ ലൈൻ 0 ആക്കുക, ഈ ലൈൻ 0 ആക്കുക, ഇത് 0 ആക്കുക, ഇത് 0 ആക്കുക, എല്ലാം 0 ആക്കുക. ഏത് മാത്രം ഒന്നാക്കുക? ഇത് മാത്രം ഒന്നാക്കുക. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ലൈൻസും നിങ്ങൾ എന്ത് ചെയ്യുക? ഗ്രൗണ്ട് ചെയ്യുക. ഈ ഒരു ലൈൻ മാത്രം 5 വോൾട്ടോ VCCയോ കണക്ട് ചെയ്താൽ മതി. ക്ലിയർ? ഇത്രയേ ഉള്ളൂ ബസ് എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? സിമ്പിൾ ലൈൻസ്. നിങ്ങളിവിടെ സപ്ലൈ കൊടുക്കുന്നു, ഇത് ഇവിടെ എത്തുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ എത്തുന്നു, ഇവിടെ കൊടുക്കുന്നു, ഇവിടെ എത്തുന്നു. ക്ലിയർ? ഓക്കെ. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായി. നമ്മൾ 2 കാര്യം പറഞ്ഞു. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അഡ്രസ്സ് എന്നും പറഞ്ഞു അല്ലേ, മെമ്മറി അഡ്രസ്സും പറഞ്ഞു, ഡേറ്റ എന്നും പറഞ്ഞു അല്ലേ. എവിടെയാണ് പറഞ്ഞത്? മെമ്മറിക്കകത്താണ് പറഞ്ഞത് അല്ലേ. മെമ്മറിയുടെ ഒരു അഡ്രസ്സ് പറഞ്ഞു. നോക്കിയേ, അഡ്രസ് 2000H എന്ന് പറയുന്ന അഡ്രസ്സ് ഇതിനകത്തിരിക്കുന്നത് അല്ലേ, ഈ ലൊക്കേഷനകത്തിരിക്കുന്നതിനെ വിളിക്കുന്ന പേര് ഡേറ്റ. ക്ലിയർ? അപ്പോൾ ആ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അത് എത്രയാണ്? 35H. ഡൗട്ട് ഉണ്ടോ? ഇതിനെയും ബൈനറി വെച്ചാണ് എഴുതുന്നത്, ഇതും ബൈനറി വെച്ചാണ് എഴുതുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്രസ്സ് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബസ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? അഡ്രസ് ബസ് എന്ന് പറയാം. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയുന്നത്? അഡ്രസ് ബസ്സിൻ്റെ യൂസ് എന്താണ്? ആ ലൈൻസിൽ കൂടെ എന്ത് കടന്നു പോകും? അഡ്രസ് കടന്നു പോകും. ദാറ്റ് ക്യാരീസ് അഡ്രസ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ അടുത്ത് നിങ്ങൾ ചോദിക്കുന്നത് ഡേറ്റയ്ക്കോ? അതിനുകൊണ്ട് ബസ്, ദാറ്റ് ഈസ് കോൾഡ് ഡേറ്റ ബസ്. അപ്പോൾ ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ കുറേ ലൈൻസ് ഉണ്ടായിരിക്കും. ഈ ലൈൻസ് വഴി എന്ത് കടന്നു പോകും? ഡേറ്റ കടന്നു പോകും. ഇനി ഒരു ബസ്സും കൂടെ ഉണ്ട്, അത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ അഡ്രസ് ബസ് എന്താണെന്ന് മനസ്സിലായി. ഡേറ്റ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അഡ്രസ്സ് ക്യാരി ചെയ്യും. ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്യാരി ചെയ്യും. ഇതിൽ ഏതാ അഡ്രസ്സ്? ഇതാണ് അഡ്രസ്സ്. ഏതാ ഡേറ്റ? ഇതാണ് ഡേറ്റ. ക്ലിയർ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നോക്കിയേ, ഈ ഇപ്പോൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റോഡായിട്ട് ആലോചിച്ചാൽ മതി. ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ വേറൊരു റോഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സാർ ഈ അഡ്രസ് ബസ്സിൽ കൂടെ അഡ്രസ്സ് മാത്രമാണോ പോകുന്നത്? ആണ്. ഡേറ്റ ബസ്സിൽ കൂടെ ഡേറ്റ ആണോ പോകുന്നത്? ആണോ. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഇത് രണ്ടും കൂടെ പോകാൻ പറ്റുന്ന ബസ് ഉണ്ടോ? ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്ലെക്സ്ഡ് ബസ്. എന്താണ് മൾട്ടിപ്ലെക്സ്ഡ് ബസ്? പറഞ്ഞുതരാം എന്താണെന്ന്. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിയേ, നമുക്കൊരു 16-bit അഡ്രസ്സ് എഴുതാം. 16-bit അഡ്രസ്സ് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഏതാ എഴുതാം? 2000H എന്ന് പറഞ്ഞ അഡ്രസ്സ്. ഓക്കെ. അപ്പോൾ നോക്കിയേ, A0, A01, A1 എക്സെട്ര A7, പിന്നെ A8, പിന്നെ എക്സെട്ര A15. ഓക്കെ. പെട്ടെന്ന് പറഞ്ഞ് ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്സ് ചെയ്താൽ ഇതാണ് ലോവർ ഓർഡർ, A0 to A7. ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്സ് പറഞ്ഞ്. ഓക്കെ. ക്ലിയർ? ഇനി ഞാൻ പറയുവാണ്, നമുക്ക് ഒരു ഡേറ്റയും കൂടെ പറഞ്ഞേ. ഡേറ്റ അത് 35H എന്ന് പറയുന്ന ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇത് എത്ര ബിറ്റാണ്? 8 ബിറ്റ്. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ D0 ഡേറ്റയ്ക്ക് വേണ്ടി D എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. D0 മുതൽ D7. ക്ലിയർ? ഇനി ഞാൻ പറയുവാണ്, ഞാനൊരു 16 ലൈൻസ് വരച്ചു. എത്ര ലൈൻസ് വരയ്ക്കുന്നു? 16 ലൈൻസ്. എന്നിട്ട് ഞാൻ പറയുവാണ്, ഈ താഴത്തെ 8 ലൈൻസ് അതുവഴി അഡ്രസ്സും ട്രാവൽ ചെയ്യാം, ഡേറ്റയും ട്രാവൽ ചെയ്യാം. എന്താണ്? താഴത്തെ 8 ലൈൻസിനെ ഞാൻ എന്തായിട്ട് പറയുവാണ്? അഡ്രസ്സും ട്രാവൽ ചെയ്യാം, ഡേറ്റയും ട്രാവൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പോകാം, അല്ലെങ്കിൽ ഡേറ്റ പോകാം, രണ്ടും വരാം. ഇനി ഞാൻ പറയുവാണ്, മേളത്തെ ലൈൻസിനെ പറയുവാണ്, അതിൽ കൂടെ അഡ്രസ്സ് മാത്രമേ പോകുന്നുള്ളൂ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ താഴത്തെ ലൈൻസിനെ നിങ്ങൾ എന്ത് പേര് പറഞ്ഞ് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്ലെക്സ്ഡ് ലൈൻസ് അല്ലെങ്കിൽ ബസ്സസ്. എന്ന് പറഞ്ഞാൽ ആ ബസ്സിൽ കൂടെ അഡ്രസ്സും ട്രാവൽ ചെയ്യും, ഡേറ്റയും ട്രാവൽ ചെയ്യും. അതല്ലേ? ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അഡ്രസ്സും ട്രാവൽ ചെയ്യും, ഡേറ്റയും ട്രാവൽ ചെയ്യും. അപ്പോൾ അഡ്രസ്സിന് എയും ഡേറ്റയ്ക്ക് ഡിയും. അപ്പോൾ ലോവർ ഓർഡർ ഞാൻ പറയുവാണ്, ലോവർ ഓർഡറിൽ കൂടെ അഡ്രസ്സും ട്രാവൽ ചെയ്യും, ഡേറ്റയും ട്രാവൽ ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും, AD0 AD7. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ?
അപ്പോൾ ആ ബസ്സിനെ, ലോവർ ഓർഡർ ബസ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? AD0 to AD7. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ലൈൻസിൽ കൂടെ അഡ്രസ്സും ട്രാവൽ ചെയ്യും, ഡേറ്റയും ട്രാവൽ ചെയ്യും. ആണേ ഹയർ ഓർഡർ ബസ് A8 to A15. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ഈ ലൈൻസിൽ കൂടെ എന്ത് മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ? എന്താണ് ട്രാവൽ ചെയ്യുന്നത്? പറഞ്ഞേ, അഡ്രസ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിലെ മെമ്മറിയെക്കുറിച്ച് സംസാരിച്ചു, പിന്നെ എന്തിനെക്കുറിച്ച് സംസാരിച്ചു? ലിങ്കിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നിങ്ങൾ എഫിഷ്യൻ്റ് ആണ്. പ്രോസസ്സർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾ എഫിഷ്യൻ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്ത് മനസ്സിലാവും? ഓക്കെ, സമ്മറി, പ്രോസസ്സർ, മെമ്മറി, IO ഡിവൈസ്, ഇത് തമ്മിലുള്ള കണക്ഷൻ ലിങ്ക് ബസ് ആണേ. ബസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എന്തൊക്കെ മനസ്സിലാക്കും? അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റ ബസ് ഉണ്ട്. അഡ്രസ് എന്താണെന്ന് അറിയാം, ഡേറ്റ എന്താണെന്ന് അറിയാം. അഡ്രസ് ബസ് ക്യാരീസ് അഡ്രസ്, ഡേറ്റ ബസ് ക്യാരീസ് ഡേറ്റ. ക്ലിയർ? അപ്പോൾ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം, ആ വേർഡ് ഒന്ന് എഴുതിക്കേ. എന്താണ്? പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം നിങ്ങൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വാട്ട് ആർ ദ ബേസിക് ഓപ്പറേഷൻ ഓഫ് ദിസ് സിസ്റ്റം? എന്താണ് ഇതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ്? ഓക്കെ, നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊക്കെ ഓപ്പറേഷൻ നടക്കാം? നിങ്ങളൊന്ന് ആലോചിക്കുക. ഞാൻ പറയും 2 ഓപ്പറേഷനാണ് ഈ സിസ്റ്റത്തിൽ നടക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നടക്കുന്ന 2 ഓപ്പറേഷനാണ്. ഞാൻ പറയും ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞേ, ഇതാ വേണമെങ്കിൽ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. പ്രോസസ്സർ, മെമ്മറി, പിന്നെ എന്താണ്? IO ഡിവൈസ്. ഓക്കെ, ശ്രദ്ധിച്ചേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു നിങ്ങളൊരു ബുക്ക് വായിക്കുവാണ് ആണേ. അപ്പോൾ നിങ്ങൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻ നമ്മളെ പ്രോസസ്സറായിട്ട് കൺസിഡർ ചെയ്യുക. നിങ്ങളൊരു ബുക്ക് വായിക്കുവാണ് അല്ലേ. ബുക്കിൽ നിന്ന് ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. ദാറ്റ് ഈസ് ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്നു അല്ലേ, ഇൻഫർമേഷൻ റീഡ് ചെയ്യുന്നു. ഓക്കെ, അതൊരു പ്രോസസ്സ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം, അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ബുക്കിലോട്ട് എഴുതുന്നു. ദാറ്റ് ഈസ് യു ആർ റൈറ്റിംഗ് ഇൻഫർമേഷൻ. ക്ലിയർ? ഇനി ഒന്നുകൂടെ പറയാം, 2 ഓപ്പറേഷൻസ് ആണ് നടക്കാൻ സാധ്യതയുള്ളത്. പ്രോസസ്സർ എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്ന്, അല്ലെങ്കിൽ നോക്കിയേ, ഇവിടെ നിങ്ങോട്ട് ഇൻഫർമേഷൻസ് എടുക്കാം അല്ലേ. അതായത് പ്രോസസ്സർ റിസീവ് ചെയ്യുന്നു, പ്രോസസ്സർ റീഡ് ചെയ്യുന്നു. അതുപോലെ ഈ ഡിവൈസിൽ നിന്നും പ്രോസസ്സർ റീഡ് ചെയ്യാം അല്ലെ, പ്രോസസ്സർ ഇൻഫർമേഷൻ റിസീവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ എന്താണ്? റീഡ് ഓപ്പറേഷൻ അല്ലേ. ക്ലിയർ? റീഡ് ഓപ്പറേഷൻ നിങ്ങൾ ഡിഫൈൻ ചെയ്ത് എന്താണ് റീഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഫ്രം എവിടെന്നാ? മെമ്മറി ആകാം, IO ഡിവൈസ്. ഇത് രണ്ടിനും കൂടെ ചേർത്ത് പറയുന്ന പേര് പെരിഫറൽ ഡിവൈസ്. അതായത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ഫ്രം പെരിഫറൽ ഡിവൈസ്. ശ്രദ്ധിച്ചേ, പെരിഫറൽ ഡിവൈസ് ടു പ്രോസസ്സർ. പുറത്തുനിന്ന് പ്രോസസ്സറിലേക്ക്, അതായത് പ്രോസസ്സർ റീഡ് ചെയ്യുവാണ്. അപ്പോൾ എഴുതിക്കേ, ഡേറ്റ ട്രാൻസ്ഫർ ഫ്രം എന്താണ് പറഞ്ഞേ? ഡേറ്റ ട്രാൻസ്ഫർ ഫ്രം പെരിഫറൽ ഡിവൈസ്. ഓക്കെ, ഡിവൈസ് ടു എവിടെയാ? പ്രോസസ്സർ. ഇതിനെ വിളിക്കുന്ന പേരാണ് റീഡ് ഓപ്പറേഷൻ. മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ? അപ്പം നിങ്ങൾ പറഞ്ഞേ, അടുത്ത ഓപ്പറേഷൻ എന്തായിരിക്കും? സിസ്റ്റത്തിൽ നടക്കുന്ന അടുത്ത ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ. എന്താണ് റൈറ്റ് ഓപ്പറേഷൻ? പറഞ്ഞേ. റൈറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞൊന്നുമില്ല, പ്രോസസ്സറിൽ നിന്ന് ഇൻഫർമേഷൻ തിരിച്ചു പോകുന്നു. കണ്ടോ? പ്രോസസ്സറിൽ നിന്ന് തിരിച്ചു പോകുന്നു. സോ ഡേറ്റ ട്രാൻസ്ഫർ എഴുതിക്കേ, ഫ്രം റൈറ്റ് ചെയ്യുവാണ്, പ്രോസസ്സറിൽ നിന്ന് പുറത്തോട്ട്. ഫ്രം പ്രോസസ്സർ ടു എന്താണ്? പ്രോസസ്സർ ടു പെരിഫറൽ ഡിവൈസ്. ക്ലിയർ? ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ ബേസിക്സ് പഠിക്കാതെ നിങ്ങൾ മൈക്രോ പ്രോസസ്സർ 8085 എടുത്ത് വെച്ചിട്ട് മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാലേ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 ഓപ്പറേഷനാണ്. ശരിക്കും 2 ഓപ്പറേഷനാണോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നോക്കിയേ, ശ്രദ്ധിച്ചേ, റീഡ്, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, അതുപോലെ ഇൻപുട്ടിൽ നിന്ന് റീഡ് ചെയ്യാം. അപ്പോൾ റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റി ഉണ്ട്. എന്താണ്? മെമ്മറി റീഡ് വരാം അല്ലേ. അപ്പോൾ ഇവിടെ ഇരിക്കെ മെമ്മറി റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുന്നു. അതുപോലെ റീഡ് ഓപ്പറേഷൻ എങ്ങനെ വരാം? IO ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യാം, IO റീഡ് അല്ലേ. അപ്പോൾ ഇത് ഇൻപുട്ട് റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ IO റീഡ് ഓപ്പറേഷൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഞാനിതൊന്നുകൂടെ ഇത് വരച്ചിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ പറയിക്കാം.
ഏതൊക്കെയാണ് ബേസിക് ബ്ലോക്ക് ഏതൊക്കെയാണ്? നിങ്ങൾ വിചാരിക്കും സാർ എന്താ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ബ്ലോക്ക് വരയ്ക്കുന്നത്? ഞാനിത് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കും, നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആവണം. വൺസ് ഇത് രജിസ്റ്റർ ആയാലേ നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റ് എന്ത് ചെയ്യാം, സിമ്പിൾ ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നോക്കിയേ, ദ പ്രോസസ്സർ, മെമ്മറി, ഓക്കെ, IO ഡിവൈസ്. നിങ്ങൾ പറഞ്ഞേ, മെമ്മറി റീഡ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് കോൾഡ് മെമ്മറി റീഡ്. ഞാൻ ഇനി എപ്പോഴും ഇങ്ങനെ എഴുതിക്കുന്നത് MR, മെമ്മറി റീഡ്, കേട്ടോ, ഇൻപുട്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ IO ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് IO റീഡ്. കണ്ടോ ഈ ടേമൊക്കെ അല്ലേ? നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ സബ്ജക്റ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, അയ്യോ ഇതാണോ IO റീഡ് എന്ന് ഞാൻ പഠിച്ചതെന്ന്, അല്ലേ? ക്ലിയർ? ഇനി നിങ്ങളെന്ന് നോക്കിയേ, തിരിച്ച് പ്രോസസ്സറിൽ നിന്ന് മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് മെമ്മറി റൈറ്റ്, അല്ലേ? ദിസ് ഈസ് കോൾഡ് IO റൈറ്റ്. കണ്ടോ, IO റൈറ്റ്, കണ്ടോ? അപ്പോൾ ബേസിക്കലി ഒരു പ്രോസസ്സർ ബേസ് സിസ്റ്റത്തിൽ എത്ര ഓപ്പറേഷൻസ് ഉണ്ട്? 4 ഓപ്പറേഷൻസ് ആണ് ബേസിക്കലി ഉള്ളത്. കണ്ടോ, ഈ 4 ഓപ്പറേഷൻ മതി. മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്, IO റീഡ്, IO റൈറ്റ്. ക്ലിയർ? ഇത്രയും മതി. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിന് ആൻസർ പറയണം. ഈ മെമ്മറി റീഡ് ഉണ്ട്, മെമ്മറി റൈറ്റ് ഉണ്ട്, IO റീഡ് ഉണ്ട്, IO റൈറ്റ് ഉണ്ട്. ഇതിൽ ഏതാണ് മെമ്മറി ഓപ്പറേഷൻസ്? മെമ്മറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാ മെമ്മറി റിലേറ്റഡ് ഓപ്പറേഷൻസ്? മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ്. അപ്പോൾ ഇതിനെ എന്ത് വിളിക്കാം? നമ്മൾ വിളിക്കും മെമ്മറി ഓപ്പറേഷൻസ്. കണ്ടോ, ഇതെന്ത് ഓപ്പറേഷനാ? IO ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ അല്ലേ? അപ്പോൾ IO ഓപ്പറേഷൻ. ക്ലിയർ? ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഏതാ ഇൻപുട്ട് ഓപ്പറേഷൻ, ഏതാ ഔട്ട്പുട്ട് ഓപ്പറേഷൻ? ഇൻപുട്ട് ഓപ്പറേഷൻ എങ്ങനെ മനസ്സിലാക്കുന്നത്? പ്രോസസ്സറിനെ നോക്കുക. ഓക്കെ, ഇപ്പം ഞാനാണ് പ്രോസസ്സറിനോട്ട് നോക്കിയേ. ഇൻപുട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിലേക്ക് വന്നു ചേരുന്ന ഏതാണിതാ? മെമ്മറി റീഡ് പ്രോസസ്സറിലേക്ക് വരുന്നു. സോ ഇറ്റ് ഈസ് എ ഇൻപുട്ട് ഓപ്പറേഷൻ. അതുപോലെ നോക്കിയേ, മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിൽ നിന്ന് പുറത്തേക്ക്. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇറ്റ് ഈസ് എ ഔട്ട്പുട്ട് ഓപ്പറേഷൻ. കണ്ടോ, ഔട്ട്പുട്ട്. IO റീഡ് പറഞ്ഞ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ പറഞ്ഞ IO റീഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിൽ നിന്ന് IO ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഇതെന്താണ്? ഇൻപുട്ട് ഓപ്പറേഷൻ. IO റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ റീഡ് എന്ന് പറഞ്ഞിട്ട് നോക്കി, റൈറ്റ്. IO റൈറ്റ് എന്ന് വെച്ചാൽ നോക്കിയേ, പുറത്തേക്ക് പോകുന്നു, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ക്ലിയർ? അപ്പം നമുക്ക് മെമ്മറി ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, IO ഓപ്പറേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇൻപുട്ട് ഓപ്പറേഷൻ ആണോ ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങളോട് ആരെങ്കിലും പറയുന്നത് ഒരു മെമ്മറി ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഇറ്റ് ഇസ് എ മെമ്മറി റിലേറ്റഡ് ഓപ്പറേഷൻ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ബേസിക്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് കുറച്ചും കൂടെ ആദ്യം നമ്മൾ പഠിപ്പിച്ചപ്പോൾ 3 ബ്ലോക്കേ പഠിപ്പിച്ചുള്ളൂ. ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ദ ഫൈനൽ വർക്കിംഗ് ഓഫ് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ചിന്തിക്കും സാർ ഇത്രയും പ്രാവശ്യം ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്, കാരണം ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈസി ആക്കുകയാണ് എൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സബ്ജക്റ്റ് ഈസി ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൃത്യമായിട്ട് അറിയണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പ്രോസസ്സർ വരയ്ക്കാം. പ്രോസസ്സർ. ഓക്കെ, ഇനി പ്രോസസ്സർ മാത്രമല്ല നമ്മൾ വരയ്ക്കുന്നത്, ആ ലിങ്കും കൂടെ വരയ്ക്കും. ഓക്കെ, മെമ്മറി. ഓക്കെ, ഫസ്റ്റ് ലിങ്ക് വരച്ചു, അഡ്രസ് ബസ്. കണ്ടോ, ഇപ്പോൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ് ബസ്. ഓക്കെ, ഇനി കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എന്ത് വരച്ചു? ഡേറ്റാബേസ്. അല്ലേ? ഇതെന്താണ്? ഡേറ്റാബേസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് വരച്ചു? IO ഡിവൈസ്. ഓക്കെ, IO ഡിവൈസ് അത്. ഓക്കെ, ഇതാ കണക്ഷൻ ഉണ്ട്. ഓക്കെ, കണക്ഷൻ ഉണ്ട്. ക്ലിയർ? ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രോസസ്സ് ശ്രദ്ധിക്കണം. നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇൻസ്ട്രക്ഷൻ എവിടെ ഇരിപ്പുണ്ട്? ഇതാ ഈ മെമ്മറി ലൊക്കേഷനിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ മെമ്മറിയുടെ ഒരു ലൊക്കേഷൻ. ആ ലൊക്കേഷൻ എന്താണ്? 200H എന്ന് പറയുന്ന ലൊക്കേഷൻ. അവിടുത്തെ ഡേറ്റ എന്താണ്? ഇപ്പോൾ ഡേറ്റ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ.
35 എന്ന് പറയുന്ന ഡേറ്റ. നമ്മുടെ ഉദ്ദേശം ഇവിടെ ഇരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒന്ന് ആ ജോലി ചെയ്യണം. എന്ത് ചെയ്യണം പറഞ്ഞേ? ആദ്യം പ്രോസസ്സർ ചിന്തിക്കും. മെമ്മറി എന്ന് പറഞ്ഞാൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. ആദ്യം എന്തറിയണം? അതിലെ ഏത് ലൊക്കേഷനിൽ നിന്നാണ് അറിയേണ്ടതെന്ന് അറിയണം. അപ്പോൾ പ്രോസസ്സറിന് അറിയാം ഏത് ലൊക്കേഷനാണെന്ന്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എങ്ങനെ പ്രോസസ്സറിന് അറിയാം? അത് പിന്നീട് പറഞ്ഞുതരാം. അടുത്ത നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 8085 എന്ന പ്രോസസ്സർ പഠിക്കുമ്പോൾ വൃത്തിക്ക് പറഞ്ഞുതരാം എങ്ങനെ പ്രോസസ്സറിന് അഡ്രസ്സ് അറിയാമെന്ന്. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, പ്രോസസ്സറിന് എന്തറിയാം? അഡ്രസ്സ് അറിയാം. അടുത്ത് ഏതാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പ്രോസസ്സറിന് ഇപ്പോൾ എന്തറിയാം? അഡ്രസ്സ് അറിയാം. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും? ഈ അഡ്രസ്സ് അറിയുന്ന അഡ്രസ്സ്, അതായത് പ്രോസസ്സറിനകത്ത് ഇപ്പോൾ എന്തുണ്ട്? 200H എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് അല്ലേ? ഇതാണ് അഡ്രസ്സ്. ഈ അഡ്രസ്സിനെ പ്രോസസ്സർ എവിടെ എടുത്തു വയ്ക്കും? പ്രോസസ്സർ അഡ്രസ് ബസ്സിലോട്ട് വയ്ക്കും. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സർ പുട്ട് അഡ്രസ് ഇൻ അഡ്രസ് ബസ്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കിയേ, അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയുണ്ട്? A0 to A7, അതുപോലെ A8, A15 അല്ലേ? പ്രോസസ്സർ പുട്ട് അഡ്രസ് ഓൺ അഡ്രസ് ബസ്. അപ്പോൾ എങ്ങനെ വയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇത് 8 ബിറ്റാണ് അല്ലേ? അപ്പോൾ ഇത് 8 ബിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ 00 ഇത് വരും അല്ലേ? 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി 0000 ഒരു 0, അടുത്ത 0 4 ബിറ്റ് വെച്ചിട്ട് 20 2നെ ബൈനറി എഴുതുക, 0യുടെ ബൈനറി എഴുതുക. കണ്ടോ, ഇതാണ് 20 എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും? അഡ്രസ്സ് എടുത്ത് ഇവിടെ വയ്ക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഈ അഡ്രസ്സ് ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യും അഡ്രസ് ബസ് വഴി. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സർ അഡ്രസ് ബസ്സിലോട്ട് അഡ്രസ്സ് എടുത്ത് വയ്ക്കും, ട്രാവൽ ചെയ്യും. നമ്മുടെ പ്രശ്നം എന്താ? മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ട് അല്ലേ? നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇവിടെ കുറേ ലൊക്കേഷൻസ് ഉണ്ട്. അതിൽ ഏത് ലൊക്കേഷൻ കണ്ടുപിടിക്കണം? ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത പ്രോസസ്സ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ക്ലിയർ? ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ പ്രോസസ്സർ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ലൊക്കേഷനിലാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്താണ് ഒരു കാര്യം മനസ്സിലായത്? മെമ്മറി ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ അല്ലേ? മെമ്മറിക്ക് അറിയണ്ടേ റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് അല്ലേ? മെമ്മറിയിലുള്ള സാധനമാണോ കൊടുക്കേണ്ടത്, ഇനി മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യണം? ഒരു ഇൻഫർമേഷൻ കൊടുക്കണം. എന്ത് ചെയ്യണം? എനിക്ക് അവിടെ നിന്ന് റീഡാണ് ചെയ്യേണ്ടത്. സോ അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യും? പ്രോസസ്സർ സെൻഡ് എ സിഗ്നൽ. നിങ്ങൾ പറഞ്ഞ പ്രോസസ്സർ എന്ത് സിഗ്നൽ സെൻഡ് ചെയ്യും? പ്രോസസ്സറിന് റീഡ് ആണ് ചെയ്യേണ്ടതെങ്കിൽ പ്രോസസ്സർ എന്ത് സിഗ്നൽ അയക്കും? റീഡ് സിഗ്നൽ അയക്കും. പ്രോസസ്സറിന് റൈറ്റ് ആണ് ചെയ്യേണ്ടതെങ്കിൽ പ്രോസസ്സർ എന്ത് സിഗ്നൽ അയക്കും? റൈറ്റ് സിഗ്നൽ അയക്കും. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചോട്ടെ. പ്രോസസ്സർ ഒരു സിഗ്നൽ അയക്കുവാണ് ഈ മെമ്മറിയിലോട്ട്. അതെന്തൊക്കെയാവാം? റീഡ് സിഗ്നൽ. റീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ RD ബാർ കണ്ടോ, റീഡിൻ്റെ RDയും ബാർ. അതുപോലെ റൈറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ WR ബാർ. ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് ഞാൻ പറഞ്ഞു തരാം. ക്ലിയർ? അപ്പോൾ പ്രോസസ്സർ ഒരു സിഗ്നൽ കൊടുത്താൽ മാത്രമേ മെമ്മറി ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിയേ, ഈ സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സിഗ്നൽ. കണ്ടോ? അപ്പോൾ ക്ലിയർ ആയില്ലേ? ഓപ്പറേഷൻ പഠിച്ചുകൊണ്ടല്ലേ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ കൺട്രോൾ സിഗ്നൽ. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നൊരു സിഗ്നൽ അയക്കുന്നു. പ്രോസസ്സർ പറയുന്നത് എനിക്ക് തൽക്കാലം ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? റീഡ് ചെയ്താൽ മതി. ഉടനെ തന്നെ മെമ്മറി എന്ത് ചെയ്യും? മെമ്മറി ഈ ഡേറ്റയെ എടുത്ത് എങ്ങോട്ട് വയ്ക്കും? ഡേറ്റാബേസിലോട്ട് വയ്ക്കും. കണ്ടോ? ശ്രദ്ധിച്ചേ, ഈ ഡേറ്റ എടുത്ത് ഡേറ്റാബേസിലോട്ട് വയ്ക്കും. ഈ ഡേറ്റ ഇങ്ങോട്ടെത്തും. കണ്ടോ? പ്രോസസ്സറിനകത്തോട്ട് എത്തുന്ന കണ്ടോ? അപ്പോൾ അടുത്ത പോയിന്റ് എഴുതാം. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? ഡേറ്റ ഫ്രം മെമ്മറി, അല്ലെങ്കിൽ ഡേറ്റ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം എവിടെന്നാ? ഫ്രം മെമ്മറി അല്ലേ? മെമ്മറി ടു എവിടെയാ? ഡേറ്റ എന്ന് പറയുന്നതിനേക്കാളും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം മെമ്മറി ടു പ്രോസസ്സർ. കണ്ടോ? പ്രോസസ്സർ. ക്ലിയർ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേ, നമുക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ഷൻ ഇവിടെ സേവ് ചെയ്തു അല്ലേ? പ്രോസസ്സർ അഡ്രസ്സ് കൊടുത്തു, ഇതുവഴി നേരെ കയറി ലൊക്കേഷൻ കണ്ടുപിടിച്ചു, തിരിച്ചുകൊണ്ട് പ്രോസസ്സറിൽ വെച്ചു. ദിസ് പ്രോസസ് അല്ലേ, ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്ത് കൊണ്ടുവച്ചു. ഇപ്പോൾ ഞാൻ പുതിയൊരു വേർഡ് പറഞ്ഞു. എന്താണ്? ഫെച്ച്. കണ്ടോ? അപ്പോൾ ഈ പ്രോസസ്സിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് പ്രോസസ്സ് എന്ന് പറയാം? ദാറ്റ് ഈസ് കോൾഡ് ഫെച്ച്. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് ഫെച്ചിങ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു? ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഏത് ലൊക്കേഷനാണോ അവിടെയുള്ള സാധനത്തിൻ്റെ നേരെ ആ ഇൻസ്ട്രക്ഷൻ എടുത്ത് പ്രോസസ്സറിൽ കൊണ്ടുവച്ചു.
ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മെമ്മറിയിലിരിക്കുന്ന എന്ത് ഫോമിലാണ്? മെമ്മറിയിലിരിക്കുന്ന ബൈനറി ഫോമിലാണ്. ഈ ബൈനറി ഫോം പ്രോസസ്സറിന് മനസ്സിലാവോ? ഇല്ല. പ്രോസസ്സർ എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസിനെ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യും? അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. പ്രോസസ്സർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഡീകോഡിങ് അല്ലേ? അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രക്ഷനെ ശ്രദ്ധിച്ചേ ഇതിനകത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ദാറ്റ് വിൽ ഡീകോഡ്. കണ്ടോ, മെമ്മറിയിലിരിക്കുന്നതിന് ഇവിടെ എത്തിച്ചു, അവിടെ നിന്ന് ഡീകോഡിങ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഡീകോഡിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോസസ്സറിന് മനസ്സിലാവും എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന്. കണ്ടോ, പ്രോസസ്സറിന് മനസ്സിലാവും എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് എഴുതിക്കോട്ടെ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡീകോഡിങ്. ഓക്കെ, ഡീകോഡിങ്. ക്ലിയർ? പ്രോസസ്സറിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായ പ്രോസസ്സർ എന്ത് ചെയ്യും? ആ ജോലി ചെയ്യും. ഓക്കെ, ആ ജോലി ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എക്സിക്യൂഷൻ. ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അതായത് ഇവിടെ പ്രോസസ്സറിലെത്തി, പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ചോദിച്ചാൽ, പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം വർക്കിംഗ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? എന്തൊക്കെ ഓപ്പറേഷനാണുള്ളത്? സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിംപിളി പറയാം, ഫെച്ചിങ് അല്ലേ? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം. 2, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യണം. 3, ആ ഇൻസ്ട്രക്ഷൻ അതെന്താണോ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടെ ക്ലിയർ ആക്കി തരാം. ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ ഇൻസ്ട്രക്ഷൻ എഴുതാം. നിങ്ങൾ പേടിക്കരുത്. ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ നമ്മളിനി അങ്ങോട്ട് പഠിക്കും. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ശ്രദ്ധിച്ചേ, ആഡ് ബി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, അതായത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് ഇത്. പോട്ടെ, ഈ ഇൻസ്ട്രക്ഷൻ്റെ ഒരു ബൈനറി എക്സാമ്പിൾ പറയുവാണ്. ഒരു 3, 5 അങ്ങനെ എന്തെങ്കിലും ഒരു ആണ് ബൈനറി എന്ന് പറഞ്ഞാൽ 0, 0, 1, 1. ഇതിൻ്റെ ബൈനറി 0, 1, 0, 1. ഓക്കെ, ഇതാണ് മെമ്മറിയിലിരിക്കുന്നത്. എവിടെ ഇരിക്കുവാണ്? ഒരു ലൊക്കേഷൻ 200H എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഈ ഡേറ്റ ഇരിപ്പുണ്ട്. ഓക്കെ, പ്രോസസ്സർ ബേസ് സിസ്റ്റം എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രക്ഷനെ ശ്രദ്ധിച്ചേ പ്രോസസ്സറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കും. ദിസ് ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്. ഇവിടെ എടുത്താൽ ഇൻസ്ട്രക്ഷൻ എത്തി, 3, 5 എന്ന് പറയുന്ന വാല്യൂ എത്തി. പ്രോസസ്സറിന് അറിഞ്ഞൂടാ. പ്രോസസ്സർ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കേണ്ടത് 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ്. പ്രോസസ്സർ എന്ത് ചെയ്യും? ആഡ് ചെയ്യും, എന്നിട്ട് റിസൾട്ട് കാണിക്കും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ബേസിക് വർക്കിംഗ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു പ്രോസസ്സർ പഠിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട ബേസിക്സ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ തുടങ്ങിയത് നമ്മുടെ ഡെയിലി ലൈഫിലെ ലാപ്ടോപ്പിൽ നിന്ന് തുടങ്ങി അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് പ്രോസസ്സർ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോഴും നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ഓരോ ഡിവൈസ് എടുത്തിട്ട് പ്രോസസ്സർ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ട് തന്നെ ഒരു പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ കമ്പോണൻസ്? നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഡിവൈസസ് വേണം. സോ IO ഡിവൈസ്. ജോലി ചെയ്യാൻ ആൾ വേണം, പണിക്കാരൻ, പ്രോസസ്സർ. യു നീഡ് ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ, മെമ്മറി. ഇത് തമ്മിൽ കണക്ട് ചെയ്യണം, റിക്വയർഡ് ബസ് അല്ലേ? മെമ്മറി സ്റ്റോർ ചെയ്യാനാണ്. എന്തൊക്കെ സ്റ്റോർ ചെയ്യാം? ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാം, ഡേറ്റ. വാട്ട് യു മീൻ ബൈ ഇൻസ്ട്രക്ഷൻ? VLC പ്ലെയറിൻ്റെ എക്സാമ്പിൾ. വാട്ട് യു മീൻ ബൈ ഡേറ്റ? സോങ്ങിൻ്റെ എക്സാമ്പിൾ. ക്ലിയർ? ഓക്കെ, പിന്നെ ലിങ്ക് ഉണ്ട്. ഈ ലിങ്കിനെ വിളിക്കുന്ന പേര് ബസ്. എന്തൊക്കെ ബസ് ഉണ്ട്? അഡ്രസ് ബസ് ഉണ്ട്, ഡേറ്റ ബസ് ഉണ്ട്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ക്യാരി ചെയ്യും, ഡേറ്റ ബസ് ഡേറ്റ ക്യാരി ചെയ്യും. ഇത് രണ്ടും കൂടെ ക്യാരി ചെയ്താൽ മൾട്ടിപ്ലക്സ്ഡ് ബസ്. ക്ലിയർ? ഇനി ഓവറോൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഇങ്ങനെ പറയാം. 3 സ്റ്റെപ്പ്: ഫെച്ചിങ്, ഡീകോഡിങ്, എക്സിക്യൂഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക്സ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ 8085 എന്ന് പറയുന്ന പ്രോസസ്സ് പഠിക്കാം. ക്ലിയർ? ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് പ്രോസസ്സർ ബേസ്ഡ് സിസ്റ്റം പഠിച്ചു. ഇനി നമുക്ക് നമ്മുടെ സിലബസിലോട്ട് പോകാം. നമ്മുടെ സിലബസിൽ പറയുന്ന നമുക്ക് പഠിക്കാനുള്ള പ്രോസസ്സർ എന്ന് പറയുന്നത് 8085 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഓക്കെ, ഞാനിവിടെ സൈഡിൽ എഴുതിക്കുന്നുണ്ടോ? മൈക്രോ പ്രോസസ്സർ അല്ലേ? നമ്മളിനി ഓരോരോ വീഡിയോസും ഓരോരോ ക്ലാസ് കാണുമ്പോൾ ഇതിൻ്റെ റീസൺ പറയാം എന്തുകൊണ്ട് ഇതിനെ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ജനറലായിട്ട് പറയാം. 8085 എന്ന പ്രോസസ്സർ. ഒരു പ്രോസസ്സർ പഠിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മാനുഫാക്ചർ ചെയ്ത കമ്പനി ഏതാണ്. ഓക്കെ, 8085 മാനുഫാക്ചർ ചെയ്ത കമ്പനി ഇൻറ്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ് ഇൻറ്റൽ അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സർ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ? i3, i5, i7 അല്ലേ? പല പ്രോസസ്സേഴ്സും എല്ലാം ഡെവലപ്പ് ചെയ്ത ഏതാണ്? ഇൻറ്റൽ എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം, നമ്മൾ പഠിക്കുന്ന പ്രോസസ്സർ ഏതാണ്? 8085 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു വിഷമം വരുന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ 1976 അല്ലേ? 1976 ഡെവലപ്പ് ചെയ്ത പ്രോസസ്സറാണ് 8085. അങ്ങനെയാണെങ്കിൽ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നണ്ടേ? കാരണം ലേറ്റസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കിയേ, i7 എന്ന് പറയുന്ന പ്രോസസ്സർ ഞാൻ നെറ്റി നോക്കിയപ്പോൾ 2017 ആണെന്ന് തോന്നുന്നു ഇറങ്ങിയത്. എൻ്റെ കറക്റ്റ് ആണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം.
സോറി i5 അല്ല i7 2017 ഇറങ്ങിയെന്ന് തോന്നുന്നു. നോക്കിയേ, ഈ 2017 ഇറങ്ങിയ പ്രോസസ്സർ തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക 1976 പ്രോസസ്സർ നമ്മളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഞാൻ പഠിക്കുമ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇംഗ്ലീഷിലൊരു സ്റ്റോറി എഴുതാൻ പോവുകയാണ്. ആദ്യമേ കയറി സ്റ്റോറി എഴുതുകയല്ലോ ചെയ്യുന്നത്. ആദ്യം എന്തൊക്കെയാണ് വേർഡ്സ് എന്ന് ഇംഗ്ലീഷിലെ വേർഡ്സ് മനസ്സിലാക്കണം, അതിൻ്റെ സെൻറ്റൻസ് എങ്ങനെ എഴുതാമെന്ന് മനസ്സിലാക്കണം. എന്നിട്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്റ്റോറി എഴുതാൻ പറ്റുള്ളൂ. സോ നമ്മളൊരു പ്രോസസ്സറിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു പ്രോസസ്സറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഫ്രം സ്ക്രാച്ച് അറിയണം. സോ വി ആർ സെലക്ടിങ് 8085. നമ്മൾ സെലക്ട് ചെയ്തതാണോ? അല്ല, സിലബസ് ഇട്ട ആൾക്കാർ സെലക്ട് ചെയ്തു 8085 പഠിക്കണം. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് പ്രോസസ്സർ, നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, പ്രോസസ്സർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കും? പ്രോസസ്സർ എന്ന് കേട്ടാൽ നമ്മൾ കുറേ ടേംസ് പഠിച്ചു. അഡ്രസ് ബസ്, ഡേറ്റ ബസ്, അല്ലെങ്കിൽ അഡ്രസ് ലൈൻസ്, ഡേറ്റ ലൈൻസ്, ഇങ്ങനെ എല്ലാം കേട്ടു. എന്നാൽ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് 8085 അഡ്രസ് ലൈൻസ് നിങ്ങൾ പറഞ്ഞാൽ അഡ്രസ് ബസ്. ഞാൻ പറയും അഡ്രസ് ബസ് എങ്ങനെയാണ് പറയുന്നത്? ബിറ്റിലാണ് പറയേണ്ടത്. ഞാൻ പറയും 8085 അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. എന്താണ്? 16 ബിറ്റ് അല്ലേ? അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മനസ്സിൽ 16 ലൈൻസ് കണ്ടോ, 16 ലൈൻസ് ഉണ്ട്. എങ്ങനെ നിങ്ങൾക്ക് നെയിം ചെയ്യാം? നോക്കിയേ, എങ്ങനെ നിങ്ങൾക്ക് നെയിം ചെയ്യാം? A0, A1, A2 എക്സെട്ര A15. ഒന്നുകൂടെ പറഞ്ഞേ, ഇതൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മൈക്രോ പ്രോസസ്സർ പഠിക്കുന്നിടത്തോളം കാലം നിങ്ങളിത് ഉപയോഗിക്കേണ്ടി വരും, പല പ്രോബ്ലത്തിലും എല്ലാം ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ മനസ്സിലാക്കണം, അഡ്രസ് ബസ് എത്രയാണ്? 16 ബിറ്റ് അല്ലേ, 16 ലൈൻസ് ഉണ്ട്. ആ ലൈൻസ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദാറ്റ് ഈസ് A0 to A1 എക്സെട്ര അപ് ടു A15. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തുകൊണ്ട് 15 വന്നു എന്ന്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? A0 എന്ന്. ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്, ഹയർ ഓർഡർ മെമ്മറി അഡ്രസ് അല്ലേ? ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ലോവർ ഓർഡർ മെമ്മറി അഡ്രസ് എവിടെ തൊട്ടാ? A0 മുതൽ A7 വരെ, ആദ്യത്തെ 8 എണ്ണം. അത് കഴിഞ്ഞിട്ടുള്ള 8 എണ്ണം 7 എടുത്തു. A8 മുതൽ A15, അത് കഴിഞ്ഞിട്ടുള്ള 8 എണ്ണം. ക്ലിയർ? ഓക്കെ, ഇത്രയും ഡൗട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, അഡ്രസ് ലൈൻസ് 16 ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എന്നിൻ്റെ വാല്യൂ 16 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും? ഒരു ഫോർമുല പഠിച്ചു, 2n എന്ന് പറഞ്ഞാൽ 216. 2ൻ്റെ പവറിലെ ട്രിക്ക് നമ്മൾ ബേസിക്സ് പഠിച്ചു, അവിടെ പോയി നോക്കുക. ദാറ്റ് ഈസ് 216. 16 എങ്ങനെ എഴുതാം? 6 + 10 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 2/6 ഇൻറ്റു 2/10. 2/10 നമ്മൾ k എന്ന് വിളിക്കും ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/6 k. 2/6 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് 64k. കണ്ടോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ 16 അഡ്രസ് ലൈൻസ് വെച്ചിട്ട് എത്ര മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും? ശ്രദ്ധിച്ചേ, എത്ര മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും? 64k. ലെറ്റ്സ് സേ ഇറ്റ്സ് 1000 അല്ല, 1024 ആണ്. 1000 എന്ന് എടുക്കൂ. ദാറ്റ് ഈസ് 64,000 ലൊക്കേഷൻസ്. ഇത്രയും ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഴുതിക്കേ, നമ്പർ ഓഫ്, നമ്മൾ 8085 പഠിക്കുന്ന ആദ്യത്തെ ഇതാണ്, നമ്പർ ഓഫ് മെമ്മറി ലൊക്കേഷൻ that can be accessed using 16 bit. എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 64k ലൊക്കേഷൻ. നിങ്ങളുടെ നോട്ടിൽ ഫസ്റ്റ് വേണ്ട പോയിന്റ് ആണ്. ഓക്കെ, ഇത് വേണം. ക്ലിയർ? ഇതെല്ലാം എഴുതിയെടുക്കണം, പ്ലസ് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, 64 ലൊക്കേഷൻ. ഞാനിനി ഒരു കാര്യം ചോദിച്ചോട്ടെ, അഡ്രസ് ബസ്സിൻ്റെ കാര്യം പറഞ്ഞു ആണേ, ഉടനെ നമ്മൾ എന്ത് പറയണം? ഡേറ്റാ ബസ് പറയണം അല്ലേ? ഡേറ്റാ ബസ് ഓഫ് 8085 എന്താണ്? 8085 എന്താണ്? 8 ബിറ്റ് ആണ്, 8 ബിറ്റ്. അപ്പോൾ ഡേറ്റ എത്രയാണ്? 8 ബിറ്റ്. ഒരു 8 ബിറ്റിന് എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 35 അല്ലേ, 35H. 35 എന്ന് പറയുന്നത് 35H. 3നെ 4 ബിറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. 110101. ഓക്കെ, അപ്പോൾ ഡേറ്റ എത്ര ബിറ്റാണ്? 8 ബിറ്റാണ്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ എത്ര ബിറ്റിന് ഉൾക്കൊള്ളാൻ പറ്റും? 8 ബിറ്റ്. കണ്ടോ? 00100101. കണ്ടോ? 8 ബിറ്റ്. അപ്പോൾ ഒരു ലൊക്കേഷനിൽ എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും? 8 ബിറ്റ്. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഡേറ്റാ ബസ് 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൊക്കേഷനിൽ എത്ര ബിറ്റ് വെച്ച് ഉൾക്കൊള്ളാൻ പറ്റും? 8 എണ്ണം. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, 64,000 ലൊക്കേഷൻ, ഓൾമോസ്റ്റ് 64,000 ലൊക്കേഷൻ ഉണ്ട്. ഒരു ലൊക്കേഷനിൽ 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മെമ്മറി സൈസ് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലൊക്കേഷൻ 64k ലൊക്കേഷൻസ് ഉണ്ട് അല്ലേ? 64 ലൊക്കേഷൻസ് ഉണ്ട്. ഒരു ലൊക്കേഷനിൽ എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും? 8. ക്ലിയർ? യൂണിറ്റ് പറഞ്ഞേ, ദാറ്റ് ഈസ്
ബിറ്റ്. അപ്പോൾ 84 ഇൻറ്റു കെ ബിറ്റ്സ് എന്ന് പറയാം. ഇതാ ഈ 8 ബിറ്റിനെ കൂടെ നമ്മൾ ചേർത്തിട്ട് എന്ത് പറയും? 8 ബിറ്റിനെ നമ്മൾ ചേർത്തിട്ട് സാധാരണ പറയുന്നത് ഒരു ബൈറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ? നോക്കിയേ, ഈ 8 ബിറ്റിനെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന പേര് ബൈറ്റ്. അങ്ങനെയാണെങ്കിൽ മെമ്മറി എഴുതിക്കേ 64 KB. കണ്ടോ, കിലോ ബൈറ്റ്. ക്ലിയർ? അപ്പോൾ ഒരു കാര്യം പഠിച്ചു, നമ്മുടെ 8085 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം പഠിക്കുകയാണ്. 8085 എന്ന് പറയുന്ന പ്രോസസ്സർ, ശ്രദ്ധിച്ചേ, ഇതാ പ്രോസസ്സർ ഇവിടെയുണ്ട്. 8085 എന്ന് പറയുന്ന പ്രോസസ്സർ ഉണ്ട്. ഈ പ്രോസസ്സറിന് എത്ര ലൈൻസ് ഉണ്ട്? 16 അഡ്രസ് ലൈൻസ് ഉണ്ട് അല്ലേ? ഈ അഡ്രസ് ലൈൻസ് വെച്ചിട്ട് എത്ര മെമ്മറി ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും? 64K ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ സൈസ് എത്രയാണ്? മാക്സിമം 64 KB മെമ്മറി മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ? നമ്മുടെ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലിൽ ഉപയോഗിക്കുന്ന ഇപ്പോൾ എത്രയാണ് അതിന് ഇൻറ്റേർണൽ സ്പേസ് എന്നൊക്കെ പറയുന്നത് അല്ലേ? 128 GB എന്നൊക്കെ പറയാറില്ലേ? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയുടെ സൈസ് എത്രയാണ്? 64 KB. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്രസ് ബസ് പറഞ്ഞു, ഡേറ്റാ ബസ് പറഞ്ഞു. അപ്പോൾ സമ്മറി ആയിട്ട് പറഞ്ഞേ, അഡ്രസ് ബസ് എത്ര ബിറ്റാണ്? അഡ്രസ് ബസ് എന്ന് പറയുന്നത് 16 ബിറ്റ് പറഞ്ഞേ. A0 to A7, പിന്നെ A8 to A50. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുള്ളൂ. ഓക്കെ. ഡേറ്റാ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റാ ബസ്. ഓക്കെ, ഡേറ്റാ ബസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ബിറ്റ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? D0 to D7. ഇനി നിങ്ങളൊരു കാര്യം നോക്കിയേ, ദാ ഇതിനെ നമുക്ക് വിളിക്കാം ലോവർ ബസ് അല്ലെങ്കിൽ ലോവർ ഓർഡർ ലൈൻസ് എന്ന് വിളിക്കാം. ലൈൻസ് എന്നോ ബസ് എന്നോ വിളിക്കാം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇത്രയും പാട്ടിനെ ഹയർ ഓർഡർ ബസ്. ഹയർ ഓർഡർ ബസ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുവാണ് ഈ ലോവർ ഓർഡർ ലൈൻസിൽ കൂടെ അഡ്രസ്സും ട്രാവൽ ചെയ്യും, ഡേറ്റയും ട്രാവൽ ചെയ്യും. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതും? AD അഡ്രസ്സും ഡേറ്റയും. എവിടെ മുതൽ? ലോവർ ഓർഡർ ആണ്. അപ്പോൾ 0 to AD7. ഇതെങ്ങനെ എഴുതാം? A15 A8. അപ്പോൾ ഇതിൻ്റെ സമ്മറി ആയിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചേ, ലോവർ ഓർഡർ ബസ് എന്താണ്? ക്യാരീസ് ബോത്ത് അഡ്രസ് ആൻഡ് ഡേറ്റ. ക്ലിയർ? ഓക്കെ. അപ്പോൾ പറഞ്ഞേ, ഹയർ ഓർഡർ ബസ് എങ്ങനെയാണ്? ഹയർ ഓർഡർ ബസ് ക്യാരീസ് അഡ്രസ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യം മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സർ പഠിക്കുമ്പോൾ അതിൻ്റെ അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും പറഞ്ഞു. ക്ലിയർ? ഇനി നമുക്ക് പ്രോസസ്സറിനകത്തോട്ട് പോവാം. ഓക്കെ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, ദ പ്രോസസ്സർ അല്ലേ, മെമ്മറി ഇവിടെ 8085 എന്ന് പറയുന്ന പ്രോസസ്സർ IO ഡിവൈസ് ആണേ. ഇപ്പം നമ്മൾ സംസാരിക്കുന്നതല്ല, ആദ്യത്തെ സെഷനിൽ നമ്മൾ സംസാരിച്ച ഇവന്മാരെല്ലാം കുറിച്ചാണ്. ഇപ്പം നമ്മൾ സംസാരിച്ച് ഇതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ലൈൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇതിനകത്തോട്ട് നമ്മൾ ആദ്യമായിട്ട് കിടക്കാൻ പോവുകയാണ് 805ൻ്റെ ഇന്നർ പോർഷൻസ്. ക്ലിയർ? നമ്മൾ പറഞ്ഞു മെമ്മറിക്കകത്ത് ആൾക്കാരെ താമസിപ്പിക്കാനുള്ള സ്ഥലമുണ്ട്, ദാറ്റ് ഈസ് വീടുണ്ട് അല്ലേ, രജിസ്റ്റേഴ്സ് ഉണ്ട്. സിമിലർലി നിങ്ങൾക്ക് പ്രോസസ്സറിനകത്ത് കുറച്ച് ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അതായത് നമ്മളൊരു ഹോട്ടൽ എന്ന് പറയുന്നല്ലോ അല്ലേ, ഹോട്ടൽ എന്താണ്? ടെമ്പററി ആയിട്ട് നമുക്ക് താമസിക്കാം. സ്ഥിരം നമുക്ക് താമസിക്കാൻ പറ്റുമോ? സ്ഥിരം നമ്മൾ എവിടെ താമസിക്കും? നമ്മുടെ വീട്ടിൽ താമസിക്കും അല്ലേ. അതുപോലെ 8085 എന്ന് പറയുന്ന പ്രോസസ്സറിനകത്ത് ടെമ്പററി സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. എന്താണ് ആ വേർഡ്? ശ്രദ്ധിക്കുന്നത്, ടെമ്പററി സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോഡ്ജ് എന്ന് ആലോചിച്ചാൽ മതി. ടെമ്പററി ആയിട്ട് നമുക്ക് താമസിക്കാം. അത്യാവശ്യം വേണമെങ്കിൽ കുറച്ച് ഡേറ്റ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തുണ്ട്? 8085നകത്ത് ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, രജിസ്റ്റർ എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ തിരിച്ചു ചോദിക്കണം, സാർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ പോരാ, സൈസ് പറ. 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, 8 ബിറ്റ് രജിസ്റ്റർ വരാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രജിസ്റ്റേഴ്സ് ഫസ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രോസസ്സിനകത്തുള്ള കാര്യം പഠിക്കാൻ പോവുകയാണ്. എന്താണ്? രജിസ്റ്റേഴ്സ്. ഏതൊക്കെ രജിസ്റ്റേഴ്സാണ് നമുക്കുള്ളത്? നമ്മളിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് ഫസ്റ്റ് ഒരു ഇൻട്രോ പറയുന്നതാണ്. ഓക്കെ, രജിസ്റ്ററിനെ വിളിക്കുന്ന പേര് A രജിസ്റ്റർ ഉണ്ട്, അടുത്ത് B രജിസ്റ്റർ ഉണ്ട്, അടുത്ത് C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, അടുത്ത F ഉണ്ടോ? ഇല്ല. ഓക്കെ, ABCD ഉണ്ട്, പിന്നെ H ഉം L. ഇതാണ് രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സിൻ്റെ എല്ലാം പ്രത്യേകത പഠിക്കണം. എന്താണ് രജിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത? പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ദീസ് ഓൾ ആർ 8 ബിറ്റ് രജിസ്റ്റേഴ്സ്. കണ്ടോ, ഇപ്പം നമ്മൾ ബേസിക്സ് പഠിച്ചതിൻ്റെ ഗുണം മനസ്സിലായില്ലേ? 8 ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്ററിനകത്ത് എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും? 8 ആൾക്കാർ. എക്സാമ്പിൾ A എന്ന് പറയുന്ന രജിസ്റ്ററിനെ
വിളിക്കുന്ന പേര് അക്യുമുലേറ്റർ. കണ്ടോ, അക്യുമുലേറ്റർ. എയുടെ മറ്റൊരു പേരാണ് അക്യുമുലേറ്റർ. ക്ലിയർ? അതൊക്കെ പറഞ്ഞുതരാം, അങ്ങോട്ടും പോകുമ്പോൾ എല്ലാം പറഞ്ഞുതരാം. നോക്കിയേ, ഇതിനകത്ത് എങ്ങനെയാണ് ഡേറ്റ് ഇരിക്കുന്നത്? 8 ബിറ്റ്. നോക്കിയേ, 0011001. കണ്ടോ, 8 ബിറ്റ്. കണ്ടോ, ഇങ്ങനെയാണ് ഈ രജിസ്റ്ററിനകത്ത് ഇരിക്കുന്നത്. കണ്ടോ, ഈ എ എന്ന് പറയുന്ന, അപ്പോൾ പ്രോസസ്സിനകത്ത് വരച്ച എ ഉണ്ട്, പിന്നെ ബി സി ഡി ഇ എഫ്. കണ്ടോ, എഫ് ഇല്ല. കണ്ടോ, അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, എ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിച്ചേ, ബിയും സിയും. കണ്ടോ, ബിയും സിയും. അടുത്തപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഡിയും ഇയും അല്ലേ, ഡിയും ഇയും. ഇതെങ്ങനെ എഴുതാം? എച്ചും എല്ലും. ഓക്കെ, ക്ലിയർ? കണ്ടോ, എഴുതുന്ന രീതി ശ്രദ്ധിച്ചേ. ഇത് 8 ബിറ്റാണ്. ഇതിൽ 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, ഇതിൽ ഓരോന്നിലും 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. 8, ഇതിന് 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും, ഇതിന് 8 ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റും. ഇത് 8, ഇത് 8. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇവരുടെ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ എടുത്താൽ എത്ര ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റും? 8 8 16 അല്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് രജിസ്റ്റർ പെയർ. കണ്ടോ, എന്താണ് രജിസ്റ്റർ പെയർ? രജിസ്റ്റർ പെയർ എന്ന് പറഞ്ഞാൽ എത്ര ബിറ്റാണ്? 16 ബിറ്റ്. കണ്ടോ, അപ്പം നിങ്ങൾക്ക് 16 ആൾക്കാർ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കണം. എന്ത് ചെയ്താൽ മതി? ഇതിനെ രജിസ്റ്റർ പെയർ ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ബി സി എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ പെയർ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ എന്താണ്, അടുത്ത രജിസ്റ്റർ പെയർ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? ഇതിനെ വിളിക്കുന്ന പേര് ബി സി രജിസ്റ്റർ പെയർ, RP. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? DE രജിസ്റ്റർ പെയർ. കണ്ടോ, ഇതിനെ നമുക്ക് രജിസ്റ്റർ അല്ലെ. നിങ്ങൾ എന്താ ചെയ്യുക, നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ 2 ടേബിളുണ്ട്, നമ്മളിൽ 16 പേരുണ്ട്. ഒരു ടേബിളിൽ 8 പേരും ഒരു ടേബിളിൽ 8 പേരും ഉൾക്കൊള്ളൂ. അപ്പോൾ നമ്മൾ ഈ 2 ടേബിളും കൂടെ അറേഞ്ച് ചെയ്ത് 16 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ്. സിമിലർ ഇത്. ക്ലിയർ? ഇതൊന്നും എക്സാമിന് എഴുതരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്റേഴ്സ്, അപ്പോൾ പ്രോസസ്സർ വരച്ചു, അതിനകത്ത് എ രജിസ്റ്റർ, ബി രജിസ്റ്റർ, സി ഡി ഇ എച്ച് എൽ. ഓക്കെ, HL പെയർ. ഇനി അങ്ങോട്ട് ഇതെല്ലാം പഠിക്കും. ഈ എ സെപ്പറേറ്റും ബാക്കിയുള്ള എല്ലാം ഞാനൊരു ഇങ്ങനെ കണ്ടോ, അതിനൊരു ആവശ്യമുണ്ട്, പറഞ്ഞുതരാം. ക്ലിയർ? അപ്പോൾ രജിസ്ട്രേഷൻ കൂടി പഠിച്ചു. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു രജിസ്റ്റർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ്, രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് രജിസ്റ്റർ, ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ. എന്താണ് പ്രോഗ്രാം കൗണ്ടർ? എപ്പോഴും ഞാൻ എഴുതുന്നില്ല, ടെക്സ്റ്റ് ബുക്കുകളിലെല്ലാം എഴുതുന്നത് PC എന്നാണ്. പ്രോഗ്രാം കൗണ്ടർ PC. എന്താണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഈ ലൊക്കേഷനിലിരിക്കുന്ന ഇൻസ്ട്രക്ഷനാണ്. ഏത് ലൊക്കേഷൻ? ഈ ലൊക്കേഷനിലിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ 35 ആണെന്നിരിക്കട്ടെ. ഓക്കെ, അതായത് നമുക്ക് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് ഇൻസ്ട്രക്ഷനാണ്? ഈ ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഓട്ടെ, ഈ ലൊക്കേഷനിലെ ഡേറ്റയാണ് എടുക്കേണ്ടത്, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇറ്റ് ഈസ് എ 16 ബിറ്റ് രജിസ്റ്റർ. ഓക്കെ, 16 ബിറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർ ഉൾക്കൊള്ളാൻ പറ്റും? 16. അപ്പം നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ ഏതെങ്കിലും ഒരു 16 ബിറ്റ് രജിസ്റ്റർ പഠിച്ചോ? ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളുടെ നോട്ടിൽ ഓർത്തു വെക്കണം, പ്രോഗ്രാം കൗണ്ടർ എത്രയാണ്? 16 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രജിസ്റ്ററാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ഇത് 8 അങ്ങനെയൊന്നും പരീക്ഷിക്കുന്ന എഴുതരുത്, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. അപ്പോൾ 8 തൊട്ട് 16 എന്നുള്ള രീതിയിൽ. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി എന്താണ് ഇതിൻ്റെ രജിസ്റ്ററിൻ്റെ ആവശ്യം? ഈ രജിസ്റ്ററിനകത്ത് അടുത്ത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കാണും. അടുത്ത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏതാണ്? ഇപ്പോൾ എക്സാമ്പിൾ ഇത് നോക്കി, ഇത് 2001 ആണെന്നിരിക്കട്ടെ, 2000. ഓക്കെ, ഈ 2000 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് ഇൻസ്ട്രക്ഷനാണ്? ഇതിനകത്തിരിക്കുന്നതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ PC എന്ന് പറയുന്നതിനകത്ത് എന്ത് കാണും? പ്രോഗ്രാം കൗണ്ടറിനകത്ത് കാണുന്ന ശ്രദ്ധിച്ചേ, അടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഏത് ഓപ്പറേഷനാണോ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ എത്രയാണ്? 20001 ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ PCക്കകത്ത് ഈ വാല്യൂ കാണും, അഡ്രസ്സ് കാണും, 2001. കണ്ടോ? അപ്പോൾ എളുപ്പമായില്ലേ? ഞാൻ തൊട്ട് മുമ്പ് തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞു അല്ലേ, പ്രോസസ്സറിന് അറിയാം ഏത് മെമ്മറി ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെന്ന്. പ്രോസസ്സറിന് എങ്ങനെ അറിയാം? പ്രോഗ്രാം കൗണ്ടർ വഴി അല്ലേ? ക്ലിയർ? അപ്പോൾ എഴുതിക്കുക, PC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് എന്താണ്? അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ വിച്ച്, ഓക്കെ, അല്ലെങ്കിൽ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണം എന്താണ് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെയാണ്. ക്ലിയർ? ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ ഫിഗർ റീഡ്രോ ചെയ്യുവാണ്. ഓക്കെ, A എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്, Bയും Cയും ഒരു കോമ്പിനേഷൻ അല്ലേ, അതുപോലെ Dയും Eയും ഒരു കോമ്പിനേഷൻ, HL ഒരു കോമ്പിനേഷൻ, ഏറ്റവും അവസാനം ഞാൻ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് വരയ്ക്കുന്നു? PC, പ്രോഗ്രാം കൗണ്ടർ. ക്ലിയർ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ഹെഡിങ് എഴുതിക്കേ. ഇനിയാണ് ആക്ച്വലി നമ്മുടെ സിലബസിൽ നിങ്ങളുടെ
ടോപ്പിക്കിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. നിങ്ങളുടെ സൈഡിലൂടെ മാർക്ക് ചെയ്ത് വെച്ചോ. ഈ വർഷത്തെ എക്സാമിന് ഷുവർ ആയിട്ട് ചോദിച്ചിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8085 പ്രോസസ്സർ അല്ലേ, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഡ്രോ ദ ആർക്കിടെക്ചർ ഓഫ് 8085. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വിട്ടേ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം അല്ലെ, പ്രോസസ്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. നമുക്ക് ഏതെങ്കിലും ഒരു വർക്കിംഗ് വെച്ച് പഠിക്കാം. നമുക്കിപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ ആഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ആഡ് ബി. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷനെ കുറിച്ച് അറിഞ്ഞൂടാ, നിങ്ങൾ വിട്ടോ. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യാൻ വേണ്ട ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ബൈനറി ഫോം നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു 3-5 എന്ന ഒരു ബൈനറി ഫോം ആണെന്നിരിക്കട്ടെ. സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ മെമ്മറി ലൊക്കേഷൻ. എവിടെയാണ് മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്നത്? ഏതെങ്കിലും ഒരു മെമ്മറി ലൊക്കേഷൻ. ഞാനിപ്പോൾ പറയുവാണ് 200H എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്നു അല്ലേ. പറഞ്ഞേ, മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്നു. ദാ ഇവിടെ ഇരിപ്പുണ്ട് ആണേ. ഇവിടെ എന്തുണ്ട്? പ്രോസസ്സറുണ്ട്. ഓക്കെ, പ്രോസസ്സറുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? IO ഡിവൈസ് ഉണ്ട്. നമുക്കിപ്പോൾ എന്താണ് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം അല്ലേ. അതായത് ഈ ആഡ് ചെയ്യുന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ നിന്ന് എടുക്കണം അല്ലേ. ഇവിടെ നിന്ന് എടുത്ത് പ്രോസസ്സറിൽ കൊണ്ടുവച്ച് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്തിട്ട് ആൻസർ കാണിക്കണം. ക്ലിയർ? ഇതാണ് നമ്മുടെ പ്രോസസ്സ്. മെമ്മറിയിൽ ഇരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എടുക്കുക, എടുത്തുകൊണ്ട് വരിക, ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞേ, പ്രോസസ്സർ എന്ത് ചെയ്യും? ഫസ്റ്റ് നമുക്ക് നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഒരു ഡയഗ്രാം വരച്ച്. ഓക്കെ, നിങ്ങൾ വരച്ചല്ലോ. ഇനി നിങ്ങൾ നോക്കിയേ. നമുക്ക് ആദ്യം നോക്കാം എവിടെയാണ് ഇരിക്കുന്നത്? ഈ അഡ്രസ്സിലിരിക്കുന്നു. ഫസ്റ്റ് പ്രോസസ്സറിന് ഈ ഇൻസ്ട്രക്ഷൻ എടുക്കണം, എക്സിക്യൂട്ട് ചെയ്യണം. നിങ്ങളൊന്ന് ചിന്തിച്ചേ, പ്രോസസ്സറിൻ്റെ മെമ്മറി അഡ്രസ്സ് അറിയാം. അഡ്രസ്സ് എവിടെ കാണും? PC-യിൽ കാണും. അപ്പോൾ എഴുതിക്കേ, PC കണ്ടെയ്ൻസ് ഫസ്റ്റ് പ്രോസസ്സ് അല്ലേ. PC കണ്ടെയ്ൻസ് എന്താണ് പറഞ്ഞത്? PC കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, ക്ലിയർ? എൻ്റെ ഗ്രാമർ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ഓക്കെ, അപ്പോൾ ഈ PC-ക്കകത്ത് എന്തുണ്ട്? ഈ 200 എന്നുണ്ട്. ഉടനെ തന്നെ ഈ പ്രോസസ്സർ എന്ത് ചെയ്യും? പുട്ട് ദിസ് അഡ്രസ് ഇൻ എവിടെയാ? അഡ്രസ് ബസ്. കണ്ടോ അല്ലേ? ദ അഡ്രസ് ബസ്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മനസ്സിലായി. എന്ത് ചെയ്യുന്നു? 2 പുട്ട് എന്താണ് ശ്രദ്ധിച്ചേ? പുട്ട് അഡ്രസ് ഇൻ എവിടെയാ? അഡ്രസ് ബസ്സിലോട്ട് വയ്ക്കുന്നു. കണ്ടോ, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഈ അഡ്രസ് ബസ്സിലോട്ട് വയ്ക്കുമ്പോൾ അഡ്രസ് എന്ത് ചെയ്യും? അഡ്രസ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അഡ്രസ് എത്തി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഏത് ലൊക്കേഷനാണെന്ന്. അത് കുറച്ച് സമയമെടുത്ത് ലൊക്കേഷൻ കണ്ടുപിടിക്കും. ലൊക്കേഷൻ കിട്ടി, ഈ ലൊക്കേഷനാണെന്ന് ഫിക്സ് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? മെമ്മറിക്ക് അറിയണം റീഡാണോ റൈറ്റ് ആണോ ചെയ്യേണ്ടത് അല്ലേ. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യുകയാണോ മെമ്മറിയിൽ നിന്ന് റൈറ്റ് ആണോ ചെയ്യേണ്ടത്? അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ? ഒരു കൺട്രോൾ സിഗ്നൽ വേണം അല്ലേ. അതായത് റീഡ് ആണോ റൈറ്റ് ആണോ എന്നുള്ള കൺട്രോൾ സിഗ്നൽ വേണം. ശ്രദ്ധിച്ചേ, കൺട്രോൾ സിഗ്നൽ നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് ഈ പ്രോസസ്സർ കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്രോസസ്സറിനകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയൊരു അതിനകത്തൊരു യൂണിറ്റ് പറയുവാണ്. ദാറ്റ് ഈസ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ കണ്ടോ, ഒരു ബോക്സ് വരച്ചിട്ട് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് പറഞ്ഞു. ഇനി സ്പെസിഫിക് ആയിട്ട് പറയാം, പ്രോസസ്സർ തന്നെയാണ്, പക്ഷേ പ്രോസസ്സറിനകത്തുള്ള ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്ത് ജനറേറ്റ് ചെയ്യും? കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത് എഴുതാം ജനറേറ്റിംഗ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് എഴുതാം. നിങ്ങൾ നോട്ടായിട്ട് തന്നെ എഴുതിക്കൂ. ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ്സ് എന്താണ്? കൺട്രോൾ സിഗ്നൽ. ഓക്കെ, മനസ്സിലാവാനായിട്ട് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതി ഏതൊക്കെ കൺട്രോൾ സിഗ്നൽ വരാം? RD ബാർ, റീഡ് ആണോ ചെയ്യേണ്ടത് റൈറ്റ് ആണോ ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിതിനെ റീഡ് ചെയ്യണം അല്ലേ. അപ്പോൾ പ്രോസസ്സർ ജനറേറ്റ് കൺട്രോൾ സിഗ്നൽ, അല്ലെങ്കിൽ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് കൺട്രോൾ സിഗ്നൽ. ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡേറ്റ എന്ത് ചെയ്യും? മെമ്മറി എന്ത് ചെയ്യും? ഈ ഡേറ്റ എടുത്ത് ഡേറ്റാ ബസ്സിൽ വെക്കുന്നു. കണ്ടോ, ഈ ഡേറ്റാ ബസ്സിൽ നോക്കിയേ, കണ്ടോ, ഡേറ്റാ ബസ് വഴി അകത്തോട്ട് വരും. അപ്പോൾ ഡേറ്റ വന്നു അല്ലേ, പ്രോസസ്സറിലോട്ട് ഡേറ്റ വന്നു. ഈ ഡേറ്റ എടുത്ത് എവിടെ വയ്ക്കണം? വെറുതെ ഇങ്ങനെ നമുക്ക് അലക്ഷ്യമായിട്ട് കളയാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് വി നീഡ് ടു
എന്താണ് വി നീഡ് ടു സേവ് ദിസ് ഡേറ്റ. അപ്പോൾ നമ്മളൊരു പുതിയ രജിസ്റ്റർ ഇതിനകത്ത് പറയുവാണ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. നാലാമത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ നിന്ന് ഈ ഇൻസ്ട്രക്ഷൻ അല്ലേ, ഈ ഇൻഫർമേഷൻ ഇങ്ങോട്ട് വരുന്നു ആൻഡ് ദിസ് ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ എഴുതിക്ക് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം എവിടുന്നാ? ഫ്രം മെമ്മറി ഈ സ്റ്റോർഡ് അല്ലേ, ഈ സ്റ്റോർഡ് ഇൻ എവിടെയാ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ ഞാൻ ഇത്രയും വെച്ചിട്ടൊരു ഡയഗ്രാം വരയ്ക്കട്ടെ, ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കട്ടെ. നമുക്ക് ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കണം, നിങ്ങളുടെ ബുക്കിലൊന്ന് വരച്ച്. ആദ്യം നമുക്ക് രജിസ്റ്റർ എഴുതാം അല്ലേ, രജിസ്റ്റേഴ്സ് എഴുതാം. ഞാൻ എന്ത് ചെയ്യുന്നു? BC അല്ലേ, DE, നമുക്കിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. HL പേർ. പിന്നെ ഒരു രജിസ്റ്റർ ഇപ്പം നിങ്ങൾ പഠിച്ചു, എന്താണ്? പ്രോഗ്രാം കൗണ്ടർ അല്ലേ, പ്രോഗ്രാം കൗണ്ടർ. ഈ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? അഡ്രസ് ബസ്സിലോട്ട് അല്ലേ, അഡ്രസ്സ് ഉണ്ട്, അത് നമ്മൾ നേരെ എന്ത് ചെയ്യണം? ആ അഡ്രസ്സ് അല്ലേ, പ്രോഗ്രാം കൗണ്ടറിൽ അഡ്രസ്സ് ഉണ്ട്, അത് എങ്ങോട്ടൊക്കെ കൊടുക്കണം? അഡ്രസ് ബസ്സിലോട്ട് കൊടുക്കണം. ഏതൊക്കെ അഡ്രസ് ബസ് എന്ന് പറയുന്നത്? AD0 to AD8 അല്ലേ. അപ്പം നമുക്ക് നോക്കി, ഇതാ ഇവിടെ നിന്ന് അഡ്രസ്സ് വരാം, 16 ബിറ്റാണ്. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ലോവർ ഓർഡർ മെമ്മറി അഡ്രസ്സും ഹയർ ഓർഡർ മെമ്മറി അഡ്രസ്സും. ഓക്കെ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇതിനിടയ്ക്ക് ഒരു ബഫർ വേണം. ശ്രദ്ധിച്ചേ, ഇതിനിടയ്ക്ക് ഒരു ബഫർ വേണം. ദാ ഇതെന്ന് പറയുന്ന ഇവിടെ ഒരു ബഫർ, ഓക്കെ, ഇവിടെ ഒരു ബഫർ. ക്ലിയർ? ബഫർ. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? നോക്കിയേ, ഇത് ലോവർ അല്ലേ. ലോവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പറയാം? ലോവർ എന്ന് പറഞ്ഞാൽ AD0 to AD7. അപ്പോൾ ലോവർ ഓർഡർ അഡ്രസ്സ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പം നോക്കിയേ, ഇതാ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ അഡ്രസ്സിൽ നിന്ന് നോക്കിയേ, എക്സാമ്പിൾ 2000 ആണ് കണ്ടന്റ് എങ്കിൽ ദാ ഈ 200 ഇവിടെ വരുന്നു, 0H എന്ന് പറയുന്ന വരുന്നു, 00H എന്ന് പറയുന്ന വരുന്നു. ഈ ലോവർ ഓർഡർ അഡ്രസ്സ് ഇത് നേരെ ഏത് വഴി കയറി? ഇവിടെ കാണും. ഓക്കെ, അപ്പോൾ 00 ഇവിടെ കാണും. ക്ലിയർ? അടുത്ത ഹയർ ഓർഡർ അഡ്രസ്സ് ഏതാണ്? 20, അത് നേരെ ഇതുവഴി വന്ന് ഈ ബഫറിൽ കാണും അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത്? ശ്രദ്ധിച്ചേ, ഹയർ ഓർഡർ അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ A8 to A50 കണ്ടോ? ഇതിനി എവിടെയാണ് പോകുന്നത്? നമ്മൾ സിസ്റ്റം വരച്ച പോകുന്നുണ്ടാവും. നോക്കിയേ, പ്രോസസ്സർ ഈ അഡ്രസ് ബസ് എങ്ങോട്ടാണ് പോകുന്നത്? ദാറ്റ് ഈസ് മെമ്മറിയിലോട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദ മെമ്മറി കണ്ടോ? അപ്പോൾ ഇവിടം വരെ ശ്രദ്ധിച്ചേ, ദാ ഇവിടം വരെ പ്രോസസ്സറിനകം കണ്ടോ, പ്രോസസ്സറിനകം. ഇനി പുറത്തോട്ടുള്ളതാണ്. ഓക്കെ, ശ്രദ്ധിച്ചേ, മെമ്മറി, ഇതാണ് മെമ്മറി. ഓക്കെ, അപ്പോൾ ഈ അഡ്രസ്സ് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ 2000 എന്ന അഡ്രസ്സ് കിട്ടി. ഈ മെമ്മറിക്കകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഈ ഇൻസ്ട്രക്ഷനെ എടുത്ത് എവിടെ കൊണ്ടുവയ്ക്കണം? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പം ഞാൻ ഇവിടെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വരയ്ക്കുവാണ്, IR കണ്ടോ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ മെമ്മറിയിൽ നിന്ന് ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ആ ഡേറ്റ എത്തിക്കണ്ടേ? അപ്പം നമുക്കൊരു ലൈൻ വരയ്ക്കാം. ശ്രദ്ധിച്ചേ, നോക്കിയേ, ഒരു ലൈൻ വരയ്ക്കാം. ദാ ഒരു ലൈൻ. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ അല്ലേ, ഇൻറ്റേർണൽ ഡേറ്റാബേസ്. ആ വേർഡ് തന്നെ ഉണ്ട്, ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യും. നോക്കിയേ ശ്രദ്ധിച്ചേ, ഈ മെമ്മറിയിലിരിക്കുന്ന സാധനം എവിടെ കൊണ്ടുവരണം? ഇതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കണ്ടോ. അപ്പോൾ നോക്കിയേ, ഈ മെമ്മറിയിലിരിക്കുന്ന സാധനം എങ്ങോട്ട് കൊണ്ടുപോകണം? ദാ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതാ കണ്ടോ, ഈ ആരോ മാർക്കിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ ഓരോന്ന് വരയ്ക്കുമ്പോഴും പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങളിപ്പോൾ ചെയ്താൽ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഇൻസ്ട്രക്ഷൻ എങ്ങോട്ട്? ഇതുവഴി കയറി ദാ ഇങ്ങോട്ട് വന്നു കണ്ടോ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കണ്ടോ. അപ്പോൾ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുന്നുണ്ടോ, ആർക്കിടെക്ചർ വരയ്ക്കുന്നുണ്ടോ? കണ്ടോ, ഇത്രയും വരയ്ക്കാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞേ, എന്താണ് ഇൻസ്ട്രക്ഷൻസ്? ഇപ്പോൾ ഇതിനകത്ത് കയറി ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് കയറി. അപ്പോൾ നമ്മൾ അടുത്ത പ്രോസസ്സർ, അഞ്ചാമത്തെ പ്രോസസ്സർ, ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ ഏത് ഫോമിലായിരിക്കുന്നത്? ബൈനറി അല്ലേ. ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഫോമിലാണ്? ദാ 3-5 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ദാ ഇവിടെ കയറിയിട്ടുണ്ട്. പക്ഷേ പ്രോസസ്സറിന് മനസ്സിലാവോ? ഇല്ല, പ്രോസസ്സറിന് മനസ്സിലാവില്ല അല്ലേ. ഒരു കാര്യം വിട്ടുപോയി, എന്താണ്? ദാ ശ്രദ്ധിച്ചേ, ഈ അഡ്രസ്സ് ഇതുവഴി വന്ന് ഇങ്ങനെ അഡ്രസ്സ്, ഇതുവഴി വന്ന് അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ മെമ്മറിക്ക് അറിയണം റീഡ് ആണോ റൈറ്റ് ആണോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കൊരു യൂണിറ്റ് വേണം. ഏതാണ്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ശ്രദ്ധിച്ചേ,
കൺട്രോൾ യൂണിറ്റ്. കണ്ടോ, ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്ത് ജനറേറ്റ് ചെയ്യണം? കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്യണം അല്ലേ? ഇത് മെമ്മറിക്ക് കൊടുക്കണം. കണ്ടോ, മെമ്മറിക്ക് കൊടുക്കണം. കണ്ടോ, എങ്കിലേ ഇതെന്ത് ചെയ്യുള്ളൂ? റീഡ് ചെയ്യുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊരു സിഗ്നൽ കിട്ടിയാൽ മെമ്മറിയിലുള്ള കണ്ടന്റ് നേരെ ഇതുവഴി പോയി ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നേരെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് പോകും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ ഹാഫ് പോർഷനായി. ഇനി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കണ്ടന്റ് ഉണ്ട്, പക്ഷേ പ്രോസസ്സ് എന്ന മനസ്സിലാവാത്ത ഭാഷയിലാണ്, 1010 എന്നുള്ള ഭാഷയിലാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഡീകോഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് 5th പ്രോസസ്സ് ഡീകോഡ് അല്ലേ? ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ക്ലിയർ? ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തപ്പോഴാണ് ഇത് നോക്കിയേ, 35 എന്ന് പറയുന്ന വാല്യൂവിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ബൈനറി വാല്യൂവിനെ 0011 0101 എന്നുള്ള ബൈനറി വാല്യൂവിനെ ഡീകോഡ് ചെയ്തപ്പോൾ പ്രോസസ്സറിന് മനസ്സിലായി എന്താണ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ. അപ്പോൾ ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ ബ്രാക്കറ്റിൽ എഴുതിക്കുക, പ്രോസസ്സർ അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പറേഷൻ അല്ലേ? വർക്കിംഗ് ഓപ്പറേഷൻ. ഇത് നിങ്ങൾ എക്സാമിന് എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു. അപ്പോൾ പ്രോസസ്സർ മനസ്സിലായി ഓക്കെ എന്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ആരാണ് ഈ പ്രോസസ്സുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്? കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ ഞാൻ നോക്കിയാൽ ശ്രദ്ധിച്ചേ, ഇതേ ഡയഗ്രത്തിൽ തന്നെ ഞാൻ ഒരു ഇതും കൂടെ വരച്ചോട്ടെ. ദാറ്റ് ഈസ് ഡീകോഡർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. കണ്ടോ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. അപ്പോൾ ഞാൻ അവിടെ ആ സെൻറ്റൻസിൻ്റെ കൂടെ ഇതും കൂടെ എഴുതിക്കോട്ടെ. ഓക്കെ, ഡീകോഡിങ് ഈസ് ഡൺ ബൈ ആരാണ്? ഡൺ ബൈ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇൻസ്ട്രക്ഷൻ ഡീകോഡർ. ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനൊരു പാത്ത് വേണ്ടേ? ഓക്കെ, അപ്പോൾ ഇത്രയും വന്നു. ശ്രദ്ധിച്ചേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു ജോലി ചെയ്യാനുണ്ട്. ഉടനെ തന്നെ ഇത് എന്ത് ചെയ്യും? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിനെ അറിയിക്കും. ഇവരാണല്ലോ എല്ലായിടത്തും സിഗ്നൽ അയക്കുന്നത്. ഓക്കെ, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റിനെ അറിയിക്കും. ഇവിടം വരെ എല്ലാവർക്കും ക്ലിയർ? ഓക്കെ. ഇനി ടൈമിംഗ് ആൻഡ് കൺട്രോൾസ് യൂണിറ്റ് നമ്മുടെ പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇൻഫർമേഷൻ അയക്കും. ഇതാ ഒരു പണി വന്നിട്ടുണ്ട്, ചെയ്യാനുള്ള എല്ലാം റെഡി ആയിക്കോ, ഒരു പണി വന്നിട്ടുണ്ടെന്ന് പറയും അല്ലേ? ക്ലിയർ? അപ്പോൾ ഇനിയും പണി ചെയ്യുന്ന ആളെക്കുറിച്ച് നമുക്ക്, പ്രോസസ്സറാണല്ലോ പണി ചെയ്യുന്നത്, അതിനകമാണല്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ആഡ് ചെയ്യാൻ അതിനകത്ത് ആഡ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് അതിനകത്ത് ഒരു ഡിവൈസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ALU, പണിക്കാരൻ അല്ലേ? ALU എന്ന് പറഞ്ഞാൽ എഴുതിക്ക്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്തൊക്കെ പെർഫോം ചെയ്യും? ഇറ്റ് പെർഫോംസ് എന്തൊക്കെയാണ് എഴുതിക്ക്? പെർഫോംസ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാർ എന്താണ് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ലോജിക്കൽ ഓപ്പറേഷൻ? ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഇപ്പോൾ 2+3 അഡീഷൻ എന്ന് പറഞ്ഞൊരു അരിത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ 2-3 ഒരു അരിത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ 2+2 × 3 ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. അപ്പോൾ ഇതെല്ലാം അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഇനി ലോജിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡ് ഓപ്പറേഷൻ അല്ലേ? ഓർ ഓപ്പറേഷൻ, എക്സോർ ഓപ്പറേഷൻ, ഇതെല്ലാം ലോജിക്കൽ ഓപ്പറേഷനാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ALU എന്താണ്? ജോലി ചെയ്യുന്ന ആൾ അല്ലേ? നമ്മൾ ചില ഇതൊക്കെ സമയത്തുണ്ട്, ആകെ ഒരു പണിക്കാരനുണ്ട്, അവനാണെങ്കിൽ ഒടുക്കത്തെ അഹങ്കാരവും അല്ലേ? അങ്ങനെ നമ്മൾ പറയാറില്ലേ? അതേ ഒരാളാണ് ALU. എന്ത് ചെയ്യും? ALU ആഡ് ചെയ്യും അല്ലേ? ALU അരിത്തമാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യും, പക്ഷേ ALUവിന് ഒടുക്കത്തെ അഹങ്കാരമാണ്. നിങ്ങളെന്ന് ആലോചിക്കുകയെ, 2+3 അല്ലേ? ഇതാ 2ഉം 3ഉം ആഡ് ചെയ്യണം. ഈ 2നും 3നും വിളിക്കുന്ന പേരാണ് ഓപ്പറൻസ്. ഇതൊക്കെ നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് പറയുന്നുണ്ട് ഓപ്പറൻസ് എന്താണ്, ഓപ്പറേഷൻസ് എന്താണ്. ഓക്കെ, ഇപ്പോൾ നോക്കിയേ, ഈ 2നെയും 3നെയും വിളിക്കുന്ന പേരാണ് ഓപ്പറൻസ്. തെറ്റിപ്പോകരുത്, ഓപ്പറൻസ്. അപ്പോൾ ALU പറയുന്നത് ഞാനൊരു പണി ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം പറയുന്നത് കേൾക്കണം. ഓക്കെ, ALU പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പണി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓപ്പറൻറ്റ് കണ്ടോ, ഈ ഒരു ഓപ്പറൻറ്റ് എവിടെ കൊണ്ടുവയ്ക്കണം? അക്യുമുലേറ്ററിനകത്ത് കൊണ്ടുവയ്ക്കണം. എന്താണ്? 1 ഓപ്പറൻറ്റ് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ. അപ്പോൾ ആ പോയിന്റ് എഴുതിക്കേ. ഫോർ ALU 1 ഓപ്പറൻറ്റ് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ. ഓക്കെ, അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? A രജിസ്റ്റർ അല്ലേ? അപ്പോൾ
2ഉം 3 ആഡ് ചെയ്യണമെങ്കിൽ 1 ഷുഡ് ബി ഇൻ എ. 3 എവിടെ ആയാലും വിഷയമില്ല. അപ്പോൾ ഈ 3യുടെ കാര്യം ALU എന്ന് പറയേണ്ട 1 ഓപ്പറൻഡ് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ. ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു രജിസ്റ്റർ കൂടെ വരയ്ക്കാൻ വേണ്ടി, കാരണം എന്താ 2 + 3 ആഡ് ചെയ്യണ്ടേ. അപ്പോൾ 2 എയിലാണ് ഇരിക്കുന്നതെങ്കിൽ ബാക്കി ഒരു ടെമ്പററി രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ALU അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, പക്ഷേ ഈ ALUവിന് ഒരു പ്രശ്നമുണ്ട്. എന്താണ്? 1 ഓപ്പറൻഡ് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ ആണേ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും 2 + 3 5 എവിടെ കാണും? ALU വീണ്ടും പറയുന്നു, ഞാൻ പറയുന്നിടത്ത് റിസൾട്ട് വയ്ക്കും. എവിടെയാണ് ALU പറയുന്നത്? ALU സ്റ്റോർ ദ റിസൾട്ട് ഇൻ അക്യുമുലേറ്റർ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ആ റിസൾട്ടും എവിടെ കാണും? അക്യുമുലേറ്ററിൽ കാണും. ഓക്കെ, അപ്പോൾ ALU സ്റ്റോഴ്സ് ദ റിസൾട്ട് ഇൻ അക്യുമുലേറ്റർ. ക്ലിയർ? ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നമുക്ക് ആ ഒരു ഇതും കൂടെ വരച്ചൂടെ? ഇതാ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു ടേം കൂടെ വരയ്ക്കുന്നു. നോക്കിയേ, ശ്രദ്ധിച്ചേ. എന്താണ്? അക്യുമുലേറ്റർ. ഇതാ അക്യുമുലേറ്റർ എന്ന് എഴുതി. അക്യുമുലേറ്റർ അല്ലല്ലോ, ALU. ഓക്കെ, ALU എന്താണ്? 2 ഇൻപുട്ട് വേണം. ഒരു ഇൻപുട്ട് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്റർ വരച്ചു. അതർ ഇൻപുട്ട് എവിടെ വേണോ ആകാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ടെമ്പററി രജിസ്റ്റർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് 2 + 3 ആഡ് ചെയ്യണമെങ്കിൽ ദാ ഇവിടെ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് അക്യുമുലേറ്ററിലോട്ട് വരും. കണ്ടോ? അപ്പോൾ ആരോ വരച്ചാണ്ടോ? ശ്രദ്ധിച്ചേ, കണ്ടോ? ഇതേപോലെ അടുത്ത ഡേറ്റ മെമ്മറിയിൽ നിന്ന് ഇങ്ങനെ കയറി അല്ലേ വരും. ക്ലിയർ? അല്ലെങ്കിൽ നോക്കിയേ, ഇപ്പോൾ ഡേറ്റ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നും കയറി ഇങ്ങോട്ട് വരാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, തിരിച്ചും വരാം. ഓക്കെ, അതൊക്കെ ആരോ ഡയറക്ഷനൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ കണ്ടോ, ഇനി റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? റിസൾട്ട് അക്യുമുലേറ്ററിലോട്ട്. അക്യുമുലേറ്ററിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാം നോക്കിയാൽ, ഞാനിപ്പോൾ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച്, അക്യുമുലേറ്റർ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച്, ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടും. കണ്ടോ, കുഞ്ഞിലെ നമ്മൾ ബാലരമയൊക്കെ വായിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇതില്ലേ, നോക്കിയാൽ വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതുവഴി കയറി അക്യുമുലേറ്ററിലോട്ട്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മുടെ അഡീഷനും കഴിഞ്ഞു. നമ്മൾ എന്താണോ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം. എന്തായിരുന്നു ഓപ്പറേഷൻ? മെമ്മറിക്കകത്ത് ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. PC അഡ്രസ്സ് കൊടുത്തു, ഇവിടെ നിന്ന് അഡ്രസ്സ് എടുത്തു, PC അഡ്രസ്സ് കൊടുത്തു, ആ അഡ്രസ്സിലുള്ള ലൊക്കേഷനിലെ ഇൻസ്ട്രക്ഷൻ എടുത്തു, നേരെ ഇങ്ങോട്ട് വന്നു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ വെച്ചു, ഡീകോഡ് ചെയ്തു, കൺട്രോൾ സിഗ്നൽ എത്തിച്ചു. കൺട്രോൾ സിഗ്നൽ ഉടനെ തന്നെ എല്ലാവരെയും അറിയിക്കും, ദാ പണി വരുന്നുണ്ട് അല്ലേ. നമ്മൾ പറയില്ലേ, പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയുന്നത് പോലെ ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എല്ലാവരോടും പറയും, ജോലി വരുന്നുണ്ട്. അതെ, ശ്രദ്ധിച്ചേ. ഓക്കെ, ഡൗട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ALUവിനെ അറിയിക്കും അല്ലേ. ALUവിനെ അറിയിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. നമുക്ക് എന്ത് ചെയ്യണം? ഈ ടൈമിംഗ് ആൻഡ് കൺട്രോളിൽ നിന്ന് ഒരു സിഗ്നൽ നേരെ എങ്ങോട്ട് പോകണം? ALUയിലോട്ട് പോകണം. ALU മാത്രമാണോ ഇൻവോൾവ് ആകുന്നത്? അല്ല, A രജിസ്റ്റർ. ഇത് മാത്രമാണോ ഇൻവോൾവ് ആകുന്നത്? ഇതെല്ലാം വൃത്തിക്ക് വരച്ചു തരാവേ. ഇതാ ഇങ്ങോട്ട്. ക്ലിയർ? ഈ ALU ഏതുമായിട്ടും ബന്ധം വേണം. ഈ ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ എല്ലാവർക്കും അയക്കണം അല്ലേ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് അയക്കണം, മെമ്മറിക്ക് അയക്കണം അല്ലേ, അതുപോലെ തന്നെ ഈ രജിസ്റ്റേഴ്സിന് അയക്കണം, എല്ലാവർക്കും അയക്കണം. ക്ലിയർ? ഇത്രയിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ഈ വരച്ച കൺട്രോൾ സിഗ്നൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. അതൊക്കെ നമുക്ക് ഏറ്റവും അവസാനത്തെ ഡയഗ്രത്തിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടം വരെ എത്തി, ALU എത്തി. അപ്പോൾ ഇനി ഒരു പ്രശ്നമുണ്ട്. റിസൾട്ട് ഉണ്ടല്ലോ, നമുക്ക് ഒരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടക്കുന്നു. അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടക്കുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട് അല്ലേ? ഒരു ഓപ്പറേഷൻ നടന്നു, സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട്. ഓക്കെ, എക്സാമ്പിൾ തന്നെ പറയാം. നമുക്ക് ആദ്യം ഒരു അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻ പറയാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഇത് പറയാം, അഡിഷൻ 2 + 3. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്താണ്? 5. അപ്പോൾ 6 എന്ന് പറയുന്നത് 5. അപ്പോൾ റിസൾട്ട് മേ ബി എന്തൊക്കെയാവാം? പോസിറ്റീവ് നമ്പർ ആകാം, നെഗറ്റീവ് നമ്പർ ആവാം. ഇതൊരു സ്റ്റാറ്റസ് ആണ് അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ 2 - 3 ചെയ്തപ്പോൾ -1. അപ്പോൾ റിസൾട്ട് ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ. അപ്പോൾ റിസൾട്ട് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ഇതൊക്കെ പറയുന്നതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. വേറൊരു സ്റ്റാറ്റസ് നിങ്ങൾ പറഞ്ഞേ. ഇപ്പോൾ എക്സാമ്പിൾ 2 - 2 ചെയ്തപ്പോൾ 0 കിട്ടി. അപ്പോൾ R-ൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്തൊക്കെ ഓപ്ഷൻസ് വരാം? ഒന്നുകിൽ 0 ആകാം, അല്ലെങ്കിൽ ≠0 ആകാം. അപ്പോൾ ഇതും ഒരു സ്റ്റാറ്റസ് അല്ലേ? 0 ആണോ, നോൺ 0 ആണോ, പോസിറ്റീവ് ആണോ? അപ്പോൾ ALU ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ, ശ്രദ്ധിച്ച് ഞാൻ ഇനി പറയുന്ന സെൻറ്റൻസ് ശ്രദ്ധിക്കണം. ALU ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ എന്താണ്? ALU ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്താൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയണം.
അല്ലേ? ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വലിയൊരു ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ALUവിനെ കൊണ്ടൊരു ജോലി ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ സ്റ്റാറ്റസ് അറിയാനായിട്ട്, അതായത് ALU ചെയ്ത ഓപ്പറേഷൻ്റെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് ഒരു രജിസ്റ്റർ ഉണ്ട്. ആ രജിസ്റ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലാഗ് രജിസ്റ്റർ. എന്താണ്? ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ തന്നെ താഴോട്ട് എഴുതിക്കേ. എന്താണ് താഴോട്ട് പറഞ്ഞേ? ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ അടുത്ത ഇതിൽ വരുന്ന എന്താണ്? ഫ്ലാഗ് രജിസ്റ്റർ. ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ, രജിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കണം സൈസ് എത്രയാണ്. ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ സൈസ് 8 ബിറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാം 8 ബിറ്റ് തന്നെയാണ്. 16 ബിറ്റിൻ്റെ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 8 ബിറ്റ് രജിസ്റ്ററാണ്. ഈ രജിസ്റ്ററിൻ്റെ ഗുണം എന്താണ്? ഈ രജിസ്റ്ററിൻ്റെ എന്താണ്? അക്യുമുലേറ്റർ ഓപ്പറേഷൻ ചെയ്താൽ അതിൻ്റെ റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് എവിടെ കാണാൻ പറ്റും? ഫ്ലാഗ് രജിസ്റ്റർ. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. 8 ബിറ്റ്. ഓക്കെ, ചിലപ്പോൾ 0 ആകുമ്പോൾ ഞാൻ പറയുകയാണ് ഈ ബിറ്റ് 0, ഈ ബിറ്റ് 1, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട് വിൽ ബി അവൈലബിൾ. എന്താണ്? അവൈലബിൾ ഇൻ ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്ത് റിസൾട്ടാണ്? when ALU പെർഫോംസ് ഓപ്പറേഷൻസ്, അല്ലേ? ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ സ്റ്റാറ്റസ് ഓഫ് റിസൾട്ട് ഈസ് അപ്ഡേറ്റഡ് ഇൻ എവിടെയാ? ഫ്ലാഗ് രജിസ്റ്റർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കും, അല്ലേ? പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ALU ചെയ്യുന്ന ഓപ്പറേഷന് മാത്രമേ ഫ്ലാഗ് രജിസ്റ്റർ എന്ത് ചെയ്യുള്ളൂ? അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ചെറിയൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോഴേ അത് പറയാം. ALU ചെയ്യാത്ത ഓപ്പറേഷന് ഫ്ലാഗ് രജിസ്റ്റർ അപ്ഡേറ്റ് ആവുമോ? ഇല്ല. ALU ചെയ്യുന്ന ഇതിൻ്റെ സ്റ്റാറ്റസ് മാത്രമേ ഫ്ലാഗ് രജിസ്റ്ററിൽ അപ്ഡേറ്റ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫ്ലാഗ് രജിസ്റ്ററും കൂടെ ഒന്ന് വരച്ചോട്ടെ പറഞ്ഞേ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലാഗ് രജിസ്റ്റർ വരയ്ക്കുവാണ്. ഓക്കെ, ഫ്ലാഗ് രജിസ്റ്റർ എന്തിൻ്റെ ഔട്ട്പുട്ടാണ്? ഓക്കെ, അപ്പോൾ ALU നിന്നൊരു കണക്ഷൻ വേണം, അല്ലേ? ഫ്ലാഗ് രജിസ്റ്റർ, അല്ലേ? ഇവിടുത്തെ കണക്ഷൻസ് ഇവിടെയും വേണം. ക്ലിയർ? ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ആർക്കിടെക്ചർ ഓഫ് എന്ന് പറഞ്ഞ 8085 എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ വരയ്ക്കാനുണ്ട്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നുകൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വരയ്ക്കുകയും ചെയ്യണം, ഇതിൻ്റെ സ്റ്റെപ്പ് എഴുതിയെടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഫൈനലായിട്ട് സ്റ്റെപ്സ് പറയാം. എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ആദ്യം പ്രോഗ്രാം കൗണ്ടർ, അല്ലേ? പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് അഡ്രസ്സ് എങ്ങോട്ട് പോകും? അഡ്രസ് ബസ്സിലോട്ട്. ഓക്കെ, അഡ്രസ് ബസ് ഫിഗർ വരയ്ക്കേണ്ടത് ഇതേ ഓർഡറിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഞാൻ ഓൾറെഡി സെൻറ്റൻസ് പറഞ്ഞു തന്നു. ഓക്കെ, ഈ അഡ്രസ് ബസ്സിൽ നിന്ന് അഡ്രസ്സ്, അല്ലേ? 16 ബസ്സിലോട്ട് പോകുന്നു. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എങ്ങോട്ടൊക്കെ? AD0 to AD8 അതുപോലെ തന്നെ A15 A8 പോകുന്നു. ഓക്കെ, ഇവിടെ നിന്ന് അടുത്ത പ്രോസസ് എന്താണ്? ഇവിടെ നിന്ന് മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. ആണേ, മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈഡ്. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് നേരെ എന്താ ചെയ്യുന്നത്? പ്രോസസ്സർ സെൻഡ് കൺട്രോൾ സിഗ്നൽ, അല്ലേ? അപ്പോൾ അടുത്ത് പ്രോസസ്സർ എന്ന് പറയുമ്പോൾ അടുത്ത് എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് സെൻഡ് കൺട്രോൾ സിഗ്നൽ. ഓക്കെ, കൺട്രോൾ സിഗ്നൽ അത് കഴിയുമ്പോൾ മെമ്മറി എന്ത് ചെയ്യും? മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യും. സോ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഫ്രം മെമ്മറി ഈസ് ട്രാൻസ്ഫേർഡ്, അല്ലേ? ത്രൂ എങ്ങോട്ടാ? ട്രാൻസ്ഫേർഡ് ടു എവിടെയാ? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, IR. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ്സറിന് അറിഞ്ഞൂടാ. പ്രോസസ്സർ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്. ഓക്കെ, ID ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തപ്പോൾ മനസ്സിലായി എന്താണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യണം. സോ സിഗ്നൽ സെൻഡ് ടു എന്താണ്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ക്ലിയർ? അപ്പോൾ ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യും? എല്ലാ ആൾക്കാരെയും അറിയിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ALU, അല്ലേ? അപ്പോൾ അടുത്ത ALU ഓപ്പറേഷൻ നടക്കുന്നു. ALU ഓപ്പറേഷൻ നടന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? റിസൾട്ട് എങ്ങോട്ട് പോകുന്നു? റിസൾട്ട് A കാണും. അതുപോലെ എങ്ങോട്ടും പോവും? ഫ്ലാഗ് രജിസ്റ്ററിലോട്ടും പോവും. ക്ലിയർ? അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു അഡിഷൻ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ഫൈനൽ ബ്ലോക്ക് ഡയഗ്രാമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചേ.
ഓക്കെ, ആദ്യം ഇവിടെ നോക്കിയേ രജിസ്റ്റേഴ്സ്. ഏതൊക്കെ രജിസ്റ്റേഴ്സ്? BC, DE, HL അല്ലേ. ഇതിന് നമ്മളിങ്ങനെ രജിസ്റ്റേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, കണ്ടോ? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? PC, പ്രോഗ്രാം കൗണ്ടർ അല്ലേ. ഇനി ഒരു രജിസ്റ്ററും കൂടെ ഉണ്ട്, 1-2 രജിസ്റ്ററും കൂടെ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിൽ പഠിക്കും. ഇപ്പം നിങ്ങൾ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. വേറൊരു രജിസ്റ്റർ ഉണ്ടെന്ന് അറിയുക, അതിൻ്റെ പേര് സ്റ്റാക്ക് പോയിൻ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതി വെച്ച് എന്താണ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ? ഒരു 16-bit രജിസ്റ്റർ എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഞാൻ സ്റ്റാക്ക് പഠിപ്പിക്കുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വരച്ചു. ഇനി നിങ്ങൾ ഒരു ടെമ്പററി രജിസ്റ്റർ W-ഉം Z-ഉം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു ടെമ്പററി രജിസ്റ്റർ W and Z. ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ പറഞ്ഞേ, ഇവിടെ നിന്ന് അഡ്രസ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതാ നോക്കി, 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണേ. ഓക്കെ, ഇങ്ങോട്ട് വരുന്നു. ഇവിടെ ഇതെന്താണ്? ഇതൊരു ബഫർ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു ബഫർ. ഓക്കെ, ഇത് ഇവിടെ നിന്ന് നേരെ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഹയർ ഓർഡർ അഡ്രസ്. ഇവിടെ നിന്ന് എന്ത് കിട്ടും? പറഞ്ഞേ A8 to A15. അപ്പോൾ ഞാനതൊന്ന് A8 to A15. ഓക്കെ, ഇവിടെ എന്താണ് കിട്ടുന്നത്? ഡേറ്റയും അഡ്രസ്സും രണ്ടും വരാം അല്ലേ. അപ്പോൾ AD87 to AD0. ശ്രദ്ധിച്ചേ, ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ഇത് ബൈ ഡയറക്ഷനിലാണ്. ഇതിൻ്റെ റീസണൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കും. ഓക്കെ, ഈ മൾട്ടിപ്ലക്സ്ഡ് ബസ് ബൈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിക്കാം, അവിടെ നിന്ന് തിരിച്ചു വായിക്കാം. ക്ലിയർ? ഓക്കെ, ഇനി ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് പറയുന്നത് മെമ്മറി. ഓക്കെ, മെമ്മറി. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇതാ ശ്രദ്ധിച്ച്, ഇവിടെ നിന്ന് അഡ്രസ്സ് വരുന്നു, ഏത് ലൊക്കേഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. മെമ്മറിയിൽ നിന്ന് ഡേറ്റ എങ്ങോട്ട് പോകും? നേരെ ഈ ബഫർ. അപ്പോൾ ഇവിടെ നിന്നാണ് അകത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അകത്തോട്ട് പോകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബസ് വരയ്ക്കാം. ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഡേറ്റാ ബസ്. ഓക്കെ, ഇൻറ്റേർണൽ ഡേറ്റാ ബസ്. ഓക്കെ, ശ്രദ്ധിച്ചേ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ഇൻറ്റേർണൽ ഡേറ്റാ ബസ്. ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടോ? നോക്കിയേ, ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നിന്ന് ആ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ ഡേറ്റ ഇതുവഴി കയറി എങ്ങോട്ട് പോവും? ഇതുവഴി കയറി നേരെ വരുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ അല്ലേ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് ഇങ്ങോട്ട് കയറി വരണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടോ? ഇത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നേരെ എങ്ങോട്ട് പോവും? ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ അല്ലേ. ഇൻസ്ട്രക്ഷൻ ഡീകോഡർ നേരെ എവിടെയാണ് കൊടുക്കുന്നത്? ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇതെവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ നിന്ന് ഒരു സിഗ്നൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടൈമിംഗ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് സിഗ്നൽ എല്ലാവരെയും അറിയിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി? ആഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ALU വരയ്ക്കാം. ALU വരയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 1 ഓപ്പറൻഡ് ഷുഡ് ബി ഇൻ അക്യുമുലേറ്റർ അല്ലെ, അതർ ഷുഡ് ബി ഇൻ ടെമ്പററി രജിസ്റ്റർ. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഈ ALUയിലോട്ട് എവിടെ നിന്നാണ് ഡേറ്റ വരുന്നത്? ഒന്നുകിൽ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ രജിസ്റ്ററിൽ നിന്ന് അല്ലേ. അത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചേ, ഇത് പ്രോസസ്സർ, ഇത് മെമ്മറി അല്ലേ. എവിടെ നിന്നൊക്കെ ഡേറ്റ വരാം? ഒന്നുകിൽ ഈ രജിസ്റ്ററിൽ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഈ പ്രോസസ്സറിനകത്തു നിന്ന് തന്നെ വരാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്നും വരാം അല്ലേ, ഇവിടെ നിന്നും വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരാം, തിരിച്ചും വരാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ നിന്ന് ഡേറ്റ ഇതുവഴി ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വരും. ശ്രദ്ധിച്ചേ നോക്കിയേ, ഇതാ അക്യുമുലേറ്ററിലോട്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നു. അതുപോലെ മെമ്മറിയിൽ നിന്നാണ് ഡേറ്റ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഡേറ്റ വരുന്നതെങ്കിൽ ഇതുവഴി കയറി കണ്ടോ, ഇതുവഴി വരുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് മനസ്സിലായി ഡേറ്റ എവിടെ കൂടെ കയറി എവിടെ കൂടെ വരുന്നു. ഇനി ALUവിൻ്റെ റിസൾട്ട് എങ്ങോട്ട് എത്തണം? അക്യുമുലേറ്ററിലെത്താൻ നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഏത് പാത്ത്? ഇതാ ഈ പാത്ത് കണ്ടോ. എല്ലാവർക്കും ഡൗട്ടില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അക്യുമുലേറ്ററിൻ്റെ റിസൾട്ട് എവിടെ കിട്ടും? ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, ഇങ്ങോട്ട്
ഓക്കെ, ഇവിടെ നിന്ന് ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ആരോ ഡൗട്ട് ഉണ്ടോ? അതായത് എവിടെ കൂടെ കയറി എവിടെ കൂടെ എത്തണമെന്നും നമുക്കൊരു ഐഡിയ വേണം. എന്തായാലും മെമ്മറി കൂടെ കയറി ഇങ്ങോട്ട് വരണം, ഇവിടെ കൂടെ കയറി ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇത്രയും വേണം. ഇനി നമുക്ക് വേണ്ടത് നോക്കി, ഇവിടെ ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ രജിസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ നമ്മളൊരു എലമെൻറ്റ് ഉപയോഗിക്കുന്നു, രജിസ്റ്റർ സെലക്ട്. എന്താണ്, ഞാനിവിടെ സൈഡിൽ എഴുതാം, എന്താണ് രജിസ്റ്റർ സെലക്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അല്ലെ അടുത്ത നമ്മൾ ഈ സെഷൻ വരുമ്പോൾ ഈ രജിസ്റ്റർ പെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ രജിസ്റ്റർ സെലക്ട് എന്താണെന്ന് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നോക്കിയേ, രജിസ്റ്റർ സെലക്ട്. രജിസ്റ്റർ സെലക്ട്. ഓക്കെ, അപ്പോൾ ഇത്രത്തോടെ കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോസസ്സറിലെ എല്ലാ സ്ഥലത്തോട്ടും കൺട്രോൾ സിഗ്നലുകൾ എത്തണം. അപ്പോൾ ഞാൻ കൺട്രോൾ സിഗ്നൽ റെഡ് കളറിൽ വരയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാ കൺട്രോൾ സിഗ്നൽ, കൺട്രോൾ സിഗ്നൽ. നമുക്ക് ഏതിലൊക്കെ കൺട്രോൾ സിഗ്നൽ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇതാ ആദ്യം എന്തായാലും നമുക്ക് ഉറപ്പിച്ച് ALUവിൽ കൺട്രോൾ സിഗ്നൽ വേണം. അതുപോലെ ഫ്ലാഗ് രജിസ്റ്ററിൽ കൺട്രോൾ സിഗ്നൽ വേണം അല്ലേ. പിന്നെ അതുപോലെ കൺട്രോൾ സിഗ്നൽ നമുക്ക് വേറെ എവിടെ വേണം? ഇതാ ഈ രജിസ്റ്ററിലെല്ലാം വേണം അല്ലേ. കണ്ടോ, കൺട്രോൾ സിഗ്നൽ വരയ്ക്കുന്നുണ്ടോ? ഇവിടെയും വേണ്ടേ? കണ്ടോ. അപ്പോൾ കൺട്രോൾ സിഗ്നൽ എല്ലാ സ്ഥലത്തും എത്തിക്കണം. കൺട്രോൾ സിഗ്നൽ എവിടെ എത്തിക്കണം? ഇതാ ഇവിടെ എത്തിക്കണം. അതുപോലെ കൺട്രോൾ സിഗ്നൽ എവിടെ എത്തിക്കണം? ഇവിടെ എത്തിക്കണം. അതുപോലെ ഇനി എവിടെയൊക്കെ എത്തിക്കണം? ദാ ഈ രജിസ്റ്റർ സെലക്റ്റിനെ കൺട്രോൾ സിഗ്നൽ എത്തിക്കണം. അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിയേ, മെമ്മറിക്കും കൺട്രോൾ സിഗ്നൽ എത്തിക്കണം. കണ്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയേ, കൺട്രോൾ സിഗ്നലിൻ്റെ ഉദ്ദേശം ഇൻസ്ട്രക്ഷൻ ഡീകോഡറിൽ നിന്ന് ഡീകോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്തോ ഒരു ജോലി ചെയ്യാൻ, നേരെ കൺട്രോൾ സിഗ്നലിനെ അറിയിക്കും. കൺട്രോൾ സിഗ്നൽ ഉടനെ എന്ത് ചെയ്യും? എല്ലാവർക്കും സിഗ്നൽ എന്ത് ചെയ്യും? ഇതാ പണി വരുന്നുണ്ട്, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഓഫ് എ 8085. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും എഴുതണം. ഈ ഫിഗർ വരയ്ക്കുക, ഓരോന്നിൻ്റെ പർപ്പസും എഴുതണം. ഇനി ഞാൻ പ്രത്യേകിച്ച് പർപ്പസ് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാ സ്റ്റെപ്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പോസ് ചെയ്യുക. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ഓരോ ബ്ലോക്കിൻ്റെയും നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ചു നോക്കണം. ആ പ്രോസസ്സ് മനസ്സിലാലോചിച്ച് സ്വന്തമായിട്ട് വരച്ചാൽ മതി. എന്നിട്ട് ഓരോന്നിൻ്റെയും ഇത് ALUവിൻ്റെ പർപ്പസ് എന്താണ്? ALU ഫോർ ഓപ്പറേഷൻ ഇൻ ഓപ്പറേഷൻ. ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ പർപ്പസ് എന്താണ്? റിസൾട്ട് ഓഫ് ALU ഈസ് അപ്ഡേറ്റഡ് ഇൻ ഫ്ലാഗ് രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൻ്റെ പർപ്പസ് എന്താണ്? മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കാനുള്ള സ്പേസ് ആണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഡീകോഡ് ചെയ്യുന്നു. ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽ ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ് ആൻഡ് ടൈമിംഗ് സിഗ്നൽസ് ആൻഡ് സെൻഡ് ടു ദ ഓൾ പാർട്സ് ഓഫ് ദ മൈക്രോ പ്രോസസ്സർ. ഓക്കെ, പിന്നെ രജിസ്റ്റർ പെയേഴ്സ് ഉണ്ട്, ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഇൻഫർമേഷൻ. ഓക്കെ, പിന്നെ PC, എന്താണ് PC, എന്താണ് മെമ്മറി, ഇതെല്ലാം പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ആർക്കിടെക്ചർ. ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്കൊരു ഷുവർ essay ക്വസ്റ്റ്യൻ, ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ഒരു ഷുവർ essay ക്വസ്റ്റ്യൻ ആർക്കിടെക്ചർ ഓഫ് 8085 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് essay ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ചോദിക്കും. അടുത്ത നമ്മുടെ സെഷൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, ചില കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും എക്സാമിന് ചോദിക്കാൻ സാധ്യത ഫ്ലാഗ് രജിസ്റ്റർ എന്താണ്, അപ്പോൾ അതും നമ്മൾ അടുത്ത സെഷനിൽ പഠിക്കും. അതുപോലെ തന്നെ കൺട്രോൾസ് യൂണിറ്റുകൾ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽ അല്ലേ, ഇവിടെ നമ്മൾ ഇങ്ങനെ കുറേ സിഗ്നൽ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത സെഷൻ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാലോചിക്കുക, നമ്മൾ എന്തൊക്കെ പഠിച്ചു. നമ്മൾ പഠിച്ചു പ്രോസസ്സറിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് പഠിച്ചു അല്ലേ. ലാപ്ടോപ്പിൽ നിന്ന് തുടങ്ങി നമ്മളതിൻ്റെ ബേസിക്, നിങ്ങളെ കൊണ്ട് തന്നെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു, പ്രോസസ്സറിങ് എല്ലാം പറഞ്ഞു, എന്താണ് ബേസിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ സിലബസിലോട്ട് കടന്നു, 8085 എന്ന് പറഞ്ഞു. ഈ 8085ൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, അതിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു, എത്ര മെമ്മറി ആയിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ പറ്റും, പിന്നെ അതിൻ്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. അതോടെ 8085 എന്ന് പറയുന്ന പ്രോസസ്സറിൻ്റെ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സിലബസിലോട്ട് വരാം. സിലബസിൽ നമുക്ക് പറയുന്നത് 5 മൊഡ്യൂളാണ് നമുക്ക് സിലബസിൽ പറയുന്നത് അല്ലേ. അതിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് മൊഡ്യൂൾ 1ലും 2ലും നമ്മൾ പഠിക്കാനുള്ളത് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, മൈക്രോ പ്രോസസ്സർ ഏതാണ് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്? 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത മൊഡ്യൂൾ 3ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എംബഡഡ് സിസ്റ്റം. ഓക്കെ, എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ പ്ലസ് മൈക്രോ കൺട്രോളിൻ്റെ ബേസിക്സ്, MC ബേസിക്സ്. ഓക്കെ, പിന്നെ ബാക്കി എത്ര മൊഡ്യൂൾ ബാക്കിയുണ്ട്? ബാക്കി വരുന്നത് മൊഡ്യൂൾ 4ഉം അതുപോലെ മൊഡ്യൂൾ 5. ഈ മൊഡ്യൂൾ 4ഉം മൊഡ്യൂൾ 5ലും എന്താണ് പഠിക്കാനുള്ളത്? മൈക്രോ കൺട്രോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, നമുക്ക് എന്താണ് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൈക്രോ പ്രോസസ്സറാണ്. അപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം.
മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോൾ എന്ന സബ്ജക്റ്റിൻ്റെ ഫുൾ ക്ലാസ്സസിന് വേണ്ടി എം സിഗ്മ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് എൻറോൾ ചെയ്യുക.